ഹരേ സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ മാധവി രാധാ മാതാജി, ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ ശാന്ത, ഹരേ കൃഷ്ണ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ രാധിക കൃഷ്ണ. മാതാജി, ഹരേ കൃഷ്ണ ഭാരതി മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മല്ലിക മാതാജി, ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖം. ഭഗവാന്റെ കാരുണ്യം കണ്ട്. ഹരി ബോൾ. അപ്പം നമുക്ക് വിലാസിനി മാതാജിയുടെ പേരൊന്ന് മാറ്റിയേക്കാം. മാതാജിയുടെ പേര് വേറെയാണ് കിടക്കുന്നത്. അപ്പൊ അത് ഞാനത് ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രഭു പേര് പറഞ്ഞതുമില്ല, വേറെ ആയിരിക്കും എന്ന് വിചാരിച്ചു. മാതാജിക്ക് മുമ്പ് പേരിടൽ ചടങ്ങ് ആദ്യം തന്നെ നടത്തിയിട്ടാകാം. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പൊന്നമ്മ മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, കുറെ ദിവസങ്ങൾക്ക് ശേഷം വീണ് കാണാൻ ഹരേ പറ്റും. ഇപ്പൊ ഓർത്ത് മാതാജി കാണത്തില്ല. തിരിച്ച് ബാക്കിയാ, ഫ്രണ്ട് ക്യാമറ പോയിരിക്കുവാ. അതെയോ, അങ്ങനെയാണോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ. അപ്പൊ നമ്മളുടെ എന്താണ് പറഞ്ഞ അതായത് അർക്കാനലാദി വെളിവൊക്കെ കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണായിടുന്ന ഒരു അപ്പം നമ്മൾ വൃന്ദാവനത്തിലൊക്കെ പോകുമ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്? എന്താ പറയുക, നമ്മളുടെ ഈ പുറമേയുള്ള കണ്ണല്ല. വിലാസിനി മാതാജിയുടെ ഒക്കെ കണ്ണാടി പോയപ്പോ ഞാൻ തന്നെ പറഞ്ഞായിരുന്നു കണ്ണാടി വെക്കണ്ട മാതാജിന്ന്. പക്ഷെ ഭഗവാന്റെ അനുചരന്മാര് വന്നിട്ട് എടുത്തോണ്ട് പോയി. അല്ലെ, വിലാസിനി മാതാജിയുടെ അല്ലേ കണ്ണാടി കൊണ്ടുപോയത്? അതോ വേറെ മാതാജിയാണ്? വെച്ചിരുന്നു. എന്റെ കൊണ്ടുപോയില്ല, വേറെ ആരെയൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു കൊടുത്തു. വേറൊരു മാതാജിയായിരുന്നു, വിലാസിനി മാതാജിയെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു മാതാജിയായിരുന്നു. കണ്ണാടി വെക്കണ്ടെന്ന് പറഞ്ഞതാ ഞാൻ. പൈസ കൊടുത്തവർക്ക്, അത് എടുത്തു കൊടുത്തവർക്ക് പൈസ കൊടുത്തു. കണ്ണാടിയുടെക്കാളും വില ചോദിച്ചവര്. തിരിച്ചു കൊടുക്കണമെങ്കിൽ ഫ്രൂട്ടിയൊക്കെ കൊടുക്കണം. ഫ്രൂട്ടിയൊക്കെ മേടിച്ചിട്ടേക്ക് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുചരന്മാർ അത് തിരിച്ചിട്ട് തരും. അവര് പട്ടിണിക്കാണേ, എത്ര എണ്ണം ഉണ്ട്. അപ്പം ഈ പോകുന്നവരെന്തേലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അപ്പം അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഭഗവാന്റെ അനുചരന്മാര് അപ്പൊ മാതാജി ഇപ്പൊ എന്ത് ചെയ്യണം? ശരിക്കും നമുക്ക് ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ എന്നൊന്നുമില്ല. നമ്മുടെ നമ്മൾ അകക്കണ്ണ് തുറന്നിരുന്നു കഴിഞ്ഞാൽ മതി മാതാജി. അപ്പൊ അത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ എടുത്തതാണ്. നമുക്ക് നമ്മുടെ ബാക്ക് ക്യാമറ ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ക്യാമറ ഓൺ ആയിട്ടിരുന്നാൽ മതി. അപ്പൊ നമുക്ക് പിന്നെ എല്ലാം ശരിക്കും നേരെ കാണാനായിട്ട് പറ്റും. കേട്ടോ മാതാജി? അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മ്യൂട്ടാണോ? കാണാനും വയ്യ, ഓണാണോന്ന് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മളുടെ അകക്കണ്ണ് തുറന്നിരിക്കാനായിട്ട് ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മള് വളരെ വലിയ ഒരു സമയമാണ് കടന്നു കൂടിയത്, അല്ലേ? ഒരു എന്താണ് നമുക്ക് ഇതായിരുന്നു, എന്റെ പേര് ദാമോദര മാസമായിരുന്നു. കാർത്തിക മാസം നമ്മൾ ഒരു മാസം ശരിക്കും ആചരിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച കാർത്തിക മാസത്തിന്റെ സമാപനം നമ്മള് തുളസി സാളിഗ്രാമം വിവാഹമൊക്കെ വെച്ചു. അപ്പൊ എത്ര പേര് വിവാഹമൊക്കെ കണ്ടു? എത്ര പേർക്ക് കാണാൻ? ഞാൻ കണ്ടു പ്രഭുജി. ഹരിബോൾ. ഞാൻ കണ്ടു. അവിടുത്തേതല്ല കണ്ടേ, ഞാൻ വേറെ വൃന്ദാവനത്തിലെ ഏതോ ഒരെണ്ണം എനിക്ക് കിട്ടി, കണ്ടു. അതെ അല്ലേ? അപ്പം തുളസി സാളിഗ്രാമ വിവാഹം നമ്മൾ ഇവിടെ ചെറിയ രീതിയിൽ വെച്ചു. അത് ഭയങ്കര വലിയ ചടങ്ങുകളാണ്. നിങ്ങളെയൊക്കെ വിളിച്ചിട്ട് അതിൻ്റെ അകത്ത് വരന്റെ വധുവിന്റെ ഒക്കെ ആൾക്കാരെയൊക്കെ തിരിച്ചൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് സമയക്കുറവും പിന്നെ നിങ്ങളോടൊക്കെ പറഞ്ഞു പണ്ട് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു. അപ്പം ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു വെച്ചത് കണ്ടു ഞാൻ പിറ്റേ ദിവസം കണ്ടേ ഉള്ളൂ. കണ്ടു, രാത്രി കണ്ടു. അതെയാ? എന്തോ
പ്രഭു കഴിഞ്ഞ ആഴ്ച എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ ശബരിമല പോയി. ആ അതുകൊണ്ട് ഹരിബോൾ. ക്ലാസ്സിൽ അറ്റൻഡ് ആ ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല മാതാജി, കുഴപ്പമില്ല, സാരമില്ല. അപ്പൊ അത് യൂട്യൂബിൽ കണ്ടാലും മതി. നമ്മളിവിടെ ചെറിയ രീതിയിലാണ് വെച്ചത്. അപ്പൊ ഞാന് രണ്ട് വരന്റെയും വധുവിന്റെയും കൂട്ടരെയൊക്കെ വിളിച്ചിട്ട് ശരിക്കും കല്യാണം ഒക്കെ നമ്മൾ വിളിക്കേണ്ടതാണ്, ക്ഷണിക്കേണ്ടതൊക്കെയാണ്. നിങ്ങൾ എല്ലാവരുടെയും അനുവാദമൊക്കെ ചോദിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീധനമൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് ഇവിടങ്ങളിൽ കല്യാണമൊക്കെ നടത്തുന്നത്. അപ്പം ആ, മാധവി രാധ മാതാജി ഒക്കെ അങ്ങനെയാണ്. സ്ത്രീധനമൊക്കെ എത്ര ചോദിക്കും? ഏഹ് അപ്പം എനിക്ക് ചോദിക്കാനൊന്നുമില്ല പ്രഭുജി, ഞാൻ കൊടുത്തതേ ഉള്ളൂ. ഇത് ഭഗവാനല്ലേ കൊടുക്കുന്നത്. തുളസി ആ മഹാറാണി കല്യാണം ഭഗ കഴിപ്പിച്ചു വിടണ്ടേ? അപ്പൊ അത് ഭഗവാനാ ശരി. സ്ത്രീധനം കൊടുക്കുന്നത്. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെ ആ ഒരു ചടങ്ങുകളൊക്കെ ഞാനിവിടെ ഒരു പ്രാവശ്യം ഈ സ്ത്രീധനമൊക്കെ ചോദിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് കണ്ടു തള്ളി നിന്ന് പോയി. എനിക്ക് അറിയാൻ വയ്യ എന്തൊക്കെ എനിക്ക് സംഭവിച്ചതെന്ന് തന്നെ എനിക്ക് അറിയാൻ വയ്യ. അതുപോലെ ഒരു കല്യാണം ഞാനിവിടെ കൂടി. ആദ്യമായിട്ട് കൂടുന്ന കല്യാണം എനിക്ക് ഭയങ്കരമായിട്ട് ഇതുപോലെ തോന്നി. അന്ന് എനിക്ക് ഒരു ഇതൊക്കെ തന്നു എന്നെ അവര് വരുന്ന ആൾക്കാരെ എല്ലാം സ്വീകരിക്കും. കാര്യം അതിൽ ഏതെങ്കിലും ഒരാൾ ഭഗവാനാണെന്നാണ് പറയുന്നത്. വരുന്ന കല്യാണം കൂടാൻ വരുന്നില്ല. ഇപ്പൊ ആറന്മുളയിലൊക്കെ നമ്മൾ വള്ളസദ്യ കഴിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കുന്ന വിഭവങ്ങളൊക്കെ അവർ തരത്തില്ലേ. കാര്യം അതിൽ ഒരാൾ ആ, ഭഗവാൻ വേഷം മാറി അതിൽ ഒരാളായിട്ട് വരുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളെയൊക്കെ തന്നെ ഭയങ്കര കാര്യമായിട്ട് സ്വീകരിച്ച് അവിടെ കൊണ്ട് വന്നിരുത്തി. എന്നിട്ട് പെണ്ണ് കാണൽ ചടങ്ങും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീധനം പറയുന്നത് അതുപോലെ കുറെ ചടങ്ങുകൾ നടന്നിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു നമ്മളുടെയൊക്കെ ഭക്തിയുടെ ലെവലും അവരൊക്കെ ചെയ്യുന്നത്. അത് കാര്യം അവരൊക്കെ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സാരമില്ല എൻജോയ്മെന്റ് പ്രഭു. ആണ് അല്ലേ. ഭഗവാൻ എൻജോയ് പ്രഭുജി ചെയ്തിട്ട് നമ്മളും ഓട്ടോമാറ്റിക്കലി. അടുത്ത വർഷം പ്രഭുജി ഇത് കാര്യമായിട്ട് അങ്ങ് നടത്തിയാ മതി. അപ്പൊ ഈ നമ്മൾ അതിന് വർഷം മുൻപ് പോട്ടെ. ഒരു പ്രിപ്പറേഷൻ ഒക്കെ നടത്തണം. അപ്പം ഒരാള് കുറച്ച് 3-4 മാതാജിമാര് വരന്റെ കൂട്ടരായിട്ടിരിക്കും, ഭഗവാന്റെ കൂട്ടത്തില് പെടണം. അപ്പൊ അവര് ആ നന്നായിട്ട് വില പേശി സംസാരിക്കണം. നന്നായിട്ട് സംസാരിക്കണം നിങ്ങള്. അതുപോലെ തന്നെ തുളസി മഹാറാണിയുടെ കൂട്ടത്തിൽ. അപ്പം എന്റെ മകൻ പ്രഭുജി, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ഭഗവാൻ അങ്ങനെ ശ്രീധരൻ ചോദിച്ച് കല്യാണം എന്റെ കഴിച്ചില്ലല്ല. എന്റെ മാതാജി, നമ്മളിത് ആ എൻജോയ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് മാതാജി, അല്ലാതെ സ്ത്രീധനം. ഭഗവാൻ ഇതിന്റെ മുഴുവൻ അത് ശരി. അധിപനല്ലേ. ഈ പറഞ്ഞ ആ ത്രൈലോക്യങ്ങളുടെ അധിപനല്ലേ. ഭഗവാൻ എന്തിനാണ് സ്ത്രീധനം? അതാണ്. അപ്പം നമ്മൾ എന്താണ് അതിൽ കൂടെ നമ്മൾ അതിൽ പങ്കെടുക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ഉണ്ടാകുന്ന എൻജോയ്മെന്റ്, ഭഗവാൻ ഉണ്ടാകുന്ന സന്തോഷം, അതാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ ഒരു സ്ത്രീധനം കൊടുക്കൽ വാങ്ങലല്ല അത്. നമ്മളുടെ മനസ്സ് കൈമാറുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ മനസ്സും ഒപ്പം തന്നെ ഭക്തിയും ഭഗവാനുമായിട്ട് കൈമാറുകയാണ്. ആ ഭക്തി യോഗയാണ് അവിടെ നടക്കുന്നത്. ഭഗവാനുമായിട്ട് ഭക്തിയെ ചേർക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. അപ്പൊ അതെ. അതുകൊണ്ട് അപ്പൊ ആ മൂന്ന് കൂട്ടരൊക്കെ മൂന്ന് മൂന്ന് മാതാജിമാർ ഒരു ഗ്രൂപ്പില്, മറ്റേ മാതാജിമാരിങ്ങനെ മറ്റേ ഗ്രൂപ്പില്. അങ്ങനെ ചെറുക്കന്റെയും പെണ്ണിന്റെയും കൂട്ടരൊക്കെ തിരിഞ്ഞ് നിങ്ങൾ വില പേശണം. വില പേശണം. ആദ്യം നമ്മൾ പറയും, എൻ്റെ മകന്റെ അവന് കുറച്ച് കറുത്ത നിറമൊക്കെയാണ്, പക്ഷെ ആള് എന്താണ് പറയുന്നത്, അവൻ ഗോവർദ്ധന ഉയർത്തി അവൻ, സുന്ദരനാണ്. പക്ഷെ അവൻ ഇടയ്ക്ക് സുന്ദരനാണ്. ചെറിയ മോഷണമൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞ് നമ്മൾ ആ കൃഷ്ണനെ പറ്റിയുള്ള വർണ്ണനകൾ മുഴുവൻ നടത്തണം. അതുപോലെ തന്നെ അപ്പം ആ, വൃന്ദാറാണിയുടെ കൂടെയുള്ളവരൊക്കെ പറയും, വൃന്ദാറാണി അതിസുന്ദരിയാണ്, വളരെ ലളിതയാണ്, അതുപോലെ തന്നെ ആ, എന്താ പറഞ്ഞ നല്ല ഭക്തിയുള്ളവളാണ്, നല്ല കുടുംബിനിയാണ്, നല്ല ഇതാണെന്ന് പറഞ്ഞ് ഒരു വൃന്ദാദേവിയുടെ സൗമ്യത ഗുണഗണങ്ങളെ ഉള്ളതാണ്. വർണ്ണിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെയാണ് പെണ്ണും ചെറുക്കനും പരസ്പരം കാണട്ടെ, അവർക്ക് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണ് ചോദിക്കുന്നു, പിന്നെ സാരി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു, ഫ്രൂട്ട്സ് കൈമാറുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചടങ്ങുണ്ട്. അപ്പോൾ ഓൺലൈനിൽ അത് നടത്താനുള്ള പരിമിതികളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ഓൺലൈനിൽ ഒരു പെണ്ണ് ചോദിക്കുന്ന ചടങ്ങും പിന്നെ ചെറുക്കൻ്റെ പെണ്ണിന്റെ ഗുണഗണങ്ങളെങ്കിലും രണ്ട് സ്ഥലത്ത് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയണം. എന്നിട്ട് ഞാൻ എൻ്റെ മകളെ പൂർണ്ണമായിട്ടും ആ, വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആ, പറയുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നു, ചെറുക്കനും പെണ്ണിനും പരസ്പരം. അതുപോലെ തന്നെ ആ, ഭഗവാന്റെ കൂട്ടത്തിലുള്ള അവര് പൂർണ്ണമായിട്ട് സമ്മതമാണ്. എന്നിട്ട് ഇന്നത്തെ ദാമോദര മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ്, അതിന് ഏറ്റവും പറ്റിയ ദിവസം എന്ന് പറഞ്ഞ് മുഹൂർത്തവും കുറിക്കുന്നു. അത് കഴിഞ്ഞ് കല്യാണവും പുറവീടിയില്. ഇതൊക്കെയാണ് ആ ചടങ്ങുകൾ. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മൾ വളരെ ലളിതമായിട്ടൊരു കല്യാണം നടത്തി. അപ്പൊ അതില് ചെയ്യാൻ പറ്റി. നമ്മൾക്ക് ആനന്ദം കൊണ്ടുവന്ന് മനസ്സിലായില്ല. പക്ഷെ അത് എന്താ പറയുക, നമ്മൾ അറിയാതെ തന്നെ അതിന്റെ ഉള്ളില് അത് വരും. അത്
അപ്പൊ അങ്ങനെയാണത്. അപ്പൊ ഭീഷ്മ പഞ്ചകം വ്രതം ഒന്ന് രണ്ട് പേരൊക്കെ എടുത്തു. അപ്പൊ അങ്ങനെ പറ്റുന്ന ആൾക്കാരൊക്കെ ആ, അത് ചെയ്തു. പിന്നെ ആ ഭീഷ്മദേവന്റെ മഹാത്മ്യം കേട്ടു. ഞാൻ ആ കഥകൾ മുഴുവൻ പറഞ്ഞായിരുന്നു. കേട്ടിട്ടില്ലാത്തൊരു യൂട്യൂബ് കേട്ട് മനസ്സിലാക്കുക. ആ, ഭീഷ്മദേവന്റെ ആ പ്രഭുജി ഒരു ഭീഷ്മ പഞ്ചകം എന്താണെന്നും. രാമോരഷ്ടകം ഞാൻ പഠിച്ചു കേട്ടു. രാമോരഷ്ടകം ഞാൻ പഠിച്ചു കേട്ടോ പ്രഭുജി. ഹരിബോൾ. മാതാജി ആദ്യമായിട്ടായിരിക്കും അല്ലെ ഈ വർഷം ദാമോദരാഷ്ടമം? ആ ആദ്യമായിട്ട്. എന്തായാലും ഞാൻ അത് കുത്തിയിരുന്ന് ഇത് യൂട്യൂബിൽ നിന്ന് എടുത്ത് ഞാൻ പഠിച്ചു. ഞാൻ അമ്പലത്തിന് പോയിരുന്ന് വായിക്കുന്നുണ്ട്. ഹരിബോൾ ഹരിബോൾ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി വൃന്ദാവനത്തിൽ പോയോ? എന്തോ വൃന്ദാവനത്തിൽ എന്റെ പോയായിരുന്നോ? പ്രഭുജി കേട്ടില്ല. മല്ലിക മാതാജി വൃന്ദാവനത്തിൽ എവിടെ? പോയിരുന്നോ? ഓ പോയിരുന്നു, 2 പ്രാവശ്യം പോയി. ശ്ശോ, ഇപ്പൊ ഒരു എനിക്ക് വയ്യ. മാതാജിക്ക് ഒരു ലോട്ടറി ഒക്കെ അടിച്ച് വൃന്ദാവനത്തിൽ പോകാനായിട്ട് ആ കൂടെ പോയോ? ആ പോയി. പോയില്ലേ? എന്നിട്ട് ഇതാ മാതാജി പറയാൻ, ഞങ്ങളോടൊക്കെ പറയണ്ടേ? ഇത് കൊള്ളാമല്ലോ, വൃന്ദാവനത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് നല്ല കൂളായിട്ടിരിക്കുന്നു. പ്രഭുജി മാതാജിക്ക് നറുക്ക് വീണതല്ലേ, ലോട്ടറി എടുത്ത പോലെ? അതാ പറഞ്ഞേ, ലോട്ടറി അടിച്ച പോലെ അടിച്ച്. അത് അതാ നമ്മളിപ്പോ ഭഗവത്ഗീത പറഞ്ഞ പോലെ നമ്മള് പറഞ്ഞില്ല, പക്ഷെ നമ്മളെ ആഗ്രഹം അനുസരിച്ച് ഭഗവാൻ കൊണ്ടുപോയതാ. അറിവുപോലെ അതാണ് അതാണ്. പറയുന്നത്. അതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇന്നലെ രാധിക മാതാജി ഷെയർ ചെയ്തിരുന്നു. ആ വീഡിയോ ഞാൻ മറ്റേ വേറെ ഗ്രൂപ്പിലും കണ്ടിരുന്നു. പക്ഷെ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എത്ര പേര് കണ്ടു ആ വീഡിയോ? ഒന്ന് കൈ അത് പൊക്കുന്നു. കാണാൻ പ്രഭു കണ്ണില് വെള്ളം നിറയ. അതെ അതെ, ഞാൻ അത്ര ഓഫീസിലിരുന്ന് പൊട്ടിക്കരഞ്ഞു പോയി ആ വീഡിയോ കണ്ടിട്ട്. ഓഫീസിൽ എനിക്ക് പരിസരത്ത് ആൾക്കാരുണ്ടോ ഇല്ലെന്ന് പോലും ഞാൻ മറന്നുപോയി. എനിക്കിപ്പോ അത് 100% പറ്റി ഓർക്കുമ്പോ എനിക്ക് കരച്ചിൽ വരുന്നത്. ആ വീഡിയോ. 100% സത്യം. അത് അത്രയും ഒരു നല്ല ടച്ചിങ്. അയ്യോ, അത് ചെയ്ത ആൾക്കാരെ സമയം മാധവദാസ് അല്ലേ? ഓ, എന്ത് ആ നല്ല അതെനിക്ക് കൊറിയോഗ്രാഫി. ആരാന്നറിയില്ല, പക്ഷെ ഞാൻ ഇത് കണ്ടപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടതാണ്. അത് ഞാൻ വിചാരിച്ചു, ഞാനാണ് ആ വ്യക്തി എന്ന് വിചാരിച്ചു പോയി. ആ ഒരു അഹങ്കാരത്തിന്റെയും അതുപോലെ തന്നെ ആ ഒരു നമുക്ക് അല്ലെ, ആ ഒരു വ്യക്തി നമ്മളാണ് നമ്മൾ വിചാരിക്കും അല്ലെ, നമുക്കൊന്ന് നമസ്കരിക്കാനുള്ള മടി. അത് പ്രഭു അതുപോലെ ഒരിക്കലും തന്നെ പ്രഭു ഒരിക്കലും അതല്ല. പ്രഭു ഒരിക്കലും അങ്ങനെയുള്ള വ്യക്തി അല്ലല്ലോ, അത് ഞങ്ങൾക്ക് അറിയാലോ. അല്ല, എന്നാലും നമ്മൾ വിചാരിക്കും നമുക്ക് അങ്ങനത്തെ എന്തുമാത്രം ഈഗോസ് ഉണ്ടല്ലേ. അപ്പൊ അതെ അതെ അങ്ങനത്തെ ആ അതെ ഈഗോ ഉള്ള ഒരു വ്യക്തി നമ്മളുടെ ഒരു പ്രതീകമാണെന്ന് കണ്ടു അല്ലേ. അപ്പോഴത്തേനും അതെ. നമ്മൾ പറയാറില്ലേ, വൃന്ദാവനത്തിലേക്ക് കയറാനുള്ള ആ താക്കോൽ അല്ലെങ്കിൽ പാസ്വേഡ് എന്താണ്? രാധേ രാധേ. അപ്പൊ എല്ലാരും രാധേ രാധേ. വിളിക്കുക, രാധേ രാധേ. അത് കണ്ടപ്പോ അത് കണ്ടപ്പോഴാദ്യം അതാണ് തോന്നി. അല്ല അതുപോലെ വിളിച്ചിട്ട് അത് പോകാനുള്ള കണ്ടപ്പോ നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടൊക്കെ ആ ഒരു ആഗ്രഹം ഇനിയും പിന്നെയും വന്നു. ഇനിയും ബാക്കിയുണ്ടല്ലേ. അപ്പൊ ആ ഒരു ഭാഷ അറിയാൻ വയ്യാത്തവരും ആ വീഡിയോ ഒന്ന് കാണണം. ഹിന്ദി അറിയാൻ വയ്യാത്തവരും എന്റെ ഒരു അപേക്ഷയാണ്. എനിക്കിപ്പോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ അത് ഡൗൺലോഡ് ഭാഷ ആകുന്നില്ല. അറിയണമെന്നേ ഇല്ല. അതിന് ഭാഷ അറിയണ്ട, അത് അതിന് കാണുമ്പോഴേ ഭാഷ അറിയണ്ട നമുക്കറിയാം. കാര്യം. ആ ഭാഷ ഭക്തിയുടെ ഭാഷ ഭാഷ എന്ന് വേണം. പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭാഷയോ ഭക്തിയുടെ ഭാഷ. അതിർവരമ്പുകളൊന്നുമില്ല. അപ്പൊ അതൊന്ന് കാണണം, കണ്ടിട്ടില്ലാത്തവര്. ആ, അത് 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 കണ്ടു കഴിഞ്ഞാലേ പറയും. ഞാൻ അതിനെപ്പറ്റി വിവരിച്ചിട്ട് ഒരു കാര്യമില്ല, അത് നിങ്ങൾ കാണണം. ഓ, എന്ന് അത് കണ്ട് പിന്നെ ഭയങ്കര, അത് അതൊന്നുകൂടെ ചെയ്ത ആള് കണ്ട് എത്ര ഒന്നുകൂടെ കണ്ടു. സോൾഫുൾ ആയിട്ടാണ് അത് എത്ര ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെ. ഞാനത് 3 തവണ കണ്ടു. ഞാൻ ഈ നേരെ ഇല്ലാതെന്ന് പറയും, ഞാൻ അഭിനയിക്കുന്ന ആള് ഞാനത് 3 തവണ കണ്ടു. കൃഷ്ണ. ഞാൻ 3-4 തവണ കണ്ടു. 2-3 പേർക്ക് അത് അയച്ചു കൊടുത്തു. അതെ, എനിക്ക് വേറെ ഏതോ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണ് പ്രഭു. അത് കണ്ടപ്പോ എനിക്ക് അറിയുന്ന ഗ്രൂപ്പിലൊക്കെ ഇട്ടു വേഗം ഞാന്. ഞാനത് ആ ഹരേകൃഷ്ണ ഗ്രൂപ്പിലും കണ്ടിരുന്നു. അപ്പം അത് മാതാജി ഇട്ടപ്പോഴാണ് ഞാനത് നോക്കുന്നത്. കാര്യം അവിടെ കണ്ടപ്പോൾ ഞാനത് എന്തോ ഒരു ഇതാണെന്ന് വെച്ചിട്ട് സ്കിപ്പായി പോയതാണ്. മാതാജി ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാനത് ആരോ ഒരാൾ അതിന് ഇത് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാനായിട്ട്, പിന്നെ മാതാജി വളരെ വിരളമായിട്ടേക്ക് വീഡിയോ ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് എന്താണെന്ന് നോക്കിയതാണ്. സമയമില്ലല്ലോ, അത് ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്നെ അനുവദിച്ചിട്ടില്ല സ്കിപ്പ് ചെയ്യാനായിട്ട്. കണ്ട് കണ്ടു പോയി. ദൈവമേ. എന്താ നമ്മുടെ കണ്ണ് നിറയും പ്രഭു. കൃഷ്ണ, അത്രയും എനിക്കത് ഓർക്കുമ്പോ എപ്പോഴും കണ്ണു നിറയുന്നു ഭഗവാനെ. അയ്യോ. അപ്പൊ നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള ആ ഈഗോയെ ആ ശരി. ഒരു പയ്യൻ അവിടെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് ന്റെ ആ ഒരു മനോഭാവം അവസാനം അവിടെ നിന്ന് പുറത്തു വന്നപ്പോ, വൃന്ദാവനത്തിൽ നിന്ന് അപ്പൊ ഠാക്കൂർജി സാക്ഷാൽ നമ്മളുടെ അടുക്കൽ വരും അല്ലേ. അതെ അതെ തീർച്ചയായും ടാഗോർജി തീർച്ചയായും വരും. വരും.
അപ്പൊ ആ ഠാക്കൂർജിയെ കാണാനായിട്ട് എനിക്കും വൃന്ദാവനത്തിൽ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഈ ഒരു ഡിസംബർ മാസം ലാസ്റ്റ് ഞാൻ അവധിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം അവധി കിട്ടാനായിട്ട്. പിന്നെ ഒരുപാട് നാളായി ശബരിമലയ്ക്ക് പോയിട്ട്. അപ്പം നമ്മുടെ മധുപ്രഭു ഒക്കെ പറയുന്നു എരുമേലിൽ നിന്ന് നടന്നു പോകാനായിട്ട് അദ്ദേഹം ഒരു കൂട്ടിന് നോക്കിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ, ഒരുപാട് വർഷങ്ങളായി പോയിട്ട്. ഒരു പ്രാവശ്യം ഞാൻ ശബരിമലയ്ക്ക് പോയിട്ട് ഞാൻ ഈ ഗൾഫിൽ നിന്ന് ഇങ്ങനെ വന്ന വരവിന് ആ, നമ്മുടെ പോകാമെന്ന് വിചാരിച്ചു. സതി മാതാജി ഇന്നലെ പോയി ഇറങ്ങി, ശബരിമല ഇറങ്ങി. ആ അതെല്ലേ, ഹരിബോൽ. അപ്പൊ അങ്ങനെ ശബരിമലയ്ക്ക് പോകണമെന്ന് ഞാൻ അന്ന് പോയപ്പം കാര്യം അധികം വ്രതമൊന്നും എടുത്തില്ലായിരുന്നു. കാര്യം അവധിക്ക് വന്ന സമയത്തായിരുന്നു, 1-ാം തീയതി ആയിരുന്നു, ഒരു 1-ാം തീയതി. അങ്ങനെ ഞാൻ കോട്ടയം ഞാൻ തിരുനക്കരയില് അപ്പൊ എന്റെ കൂടെ കുറച്ച് പേര് വരാമെന്നൊക്കെ പറഞ്ഞു. അവരെല്ലാം കൃത്യസമയപ്പം ക്യാൻസലായി. ഞാൻ ഒറ്റയ്ക്ക്. അപ്പൊ ഞാൻ ഓർത്ത് എന്റെ കെട്ടുകളൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കുക, കുളിക്കാൻ പോകുമ്പം എവിടെ വെക്കും, അങ്ങനെയൊക്കെ ഒരുപാട് വിചാരങ്ങളും ഒക്കെ ആയിട്ട് ഞാനിത് കോട്ടയത്ത് ചെന്നപ്പോൾ നോക്കിയപ്പോൾ KSRTC ബസ്സില്ല ശബരിമലയ്ക്ക്. 1-ാം തീയതി ആധാറിന് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ തിരുനക്കര വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എല്ലാ വണ്ടിയും ഫുള്ളായിട്ടാണ് പോകുന്നത്. ഓരോരുത്തരും പ്രൈവറ്റ് വണ്ടിയിലാണ് വരുന്നത്. അവർ കേട്ടാവെന്ന് വെച്ചിട്ട് ആരും കയറ്റുന്നില്ല. അങ്ങനെ വെളുപ്പിനെ 2 മണി 3 മണി വരെ എങ്ങാണ്ട് നിന്ന് കഴിഞ്ഞപ്പം ഒരു വണ്ടിക്കാര് സമ്മതിച്ചു, ഒരു ജീപ്പുകാര് സമ്മതിച്ചു കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അതുവരെ ഞാനപ്പോ തിരിച്ച് കെട്ടുമായിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകണല്ലോ, ആ ഒരു പരുവത്തിൽ വരെ എത്തി. ഞാനങ്ങ് ഏകദേശം കരച്ചിലിന്റെ പരുവത്തിൽ വരെയായി. കെട്ടും കെട്ടിയിട്ട് അപ്പൊ ഭഗവാൻ അവിടെ വന്നല്ലേ പ്രഭുജി? ശബരിമലയ്ക്ക് അപ്പൊ പോവാന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോരേണ്ടി വരുമല്ലോ എന്നുള്ള അവസ്ഥയിൽ എത്തി കഴിഞ്ഞപ്പോ ഒരാള് വന്നു, നമുക്ക് എന്നാ ഇതിൽ ഭഗവാൻ അവിടെ പോവാം, വന്നു. ഇന്നാ ഇതിൽ പോകാൻ, ഞങ്ങൾ ഒന്ന് കെട്ട് നിറച്ചിട്ട് വരട്ടെ ഗുരുസ്വാമിയുടെ അടുക്ക പോയെന്ന് പറഞ്ഞ് അവർ തിരുനക്കരെ പോയി അയ്യപ്പന്റെ നടയിരുന്ന് കെട്ട് നിറച്ചിട്ട് വന്നു. 1 മണിക്കൂറോടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പിന്നെ അവരുടെ പോയി അവിടെ ചെന്ന് നമുക്ക് അവരുമായിട്ടൊക്കെ സുഹൃത്തുക്കളായി. ഇത് ഒരു പരിചയമില്ലാത്ത ആളാണ് ഞാനിങ്ങനെ. എല്ലാ വണ്ടി വരുമ്പോഴും എല്ലാ വണ്ടിയുടെയും പുറകെ ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ടേ. അപ്പൊ അങ്ങനെ അങ്ങനെ അവിടെ ചെന്നു. തിരിച്ച് അവര് നമ്മളെ ഓൺ ദ വേ തിരിച്ചു വന്ന വഴി അവരുടെ കൂടെ തന്നെ ഇറക്കി വിട്ടു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയിട്ടില്ല. ഞാൻ പിന്നെ കൃഷ്ണാബോധത്തിലേക്ക്, അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞ് കൃഷ്ണാബോധത്തിലേക്കായി. പിന്നെ ഞാൻ പിന്നെ പോയിട്ടില്ല ഇതുവരെ. അപ്പൊ പിന്നെ മധുപ്രഭു ഇങ്ങനെയൊന്ന് പറഞ്ഞപ്പോ ഞാൻ എന്നാ ഇങ്ങനെ ആലോചിക്കുന്നു, അറിയില്ല, വിചാരിക്കുന്നു. പ്രഭു ഞാൻ എരുമേലിയിൽ നടന്നു പോയിട്ടുണ്ട്. അതെ അല്ലേ, എന്റെ ആദ്യമായിട്ടുള്ള കരിമല അനുഭവമാണ്. കരിമല പിന്നെ കല്ലുവെട്ടാങ്കുഴി പിന്നെ അഴുത കല്ല് അഴുത അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൂടെ കല്ലിടാംകുന്ന്. കല്ലിടാംകുന്ന് ഉം. കല്ലിടാംകുന്ന് കുറച്ച് വർഷം മുമ്പ് അന്നെല്ലാം നടന്നു പോയിട്ടുണ്ട്. അവിടെ ഭയങ്കര ഒരു 110 കിലോമീറ്റർ അത്ര ഉണ്ട്. അവിടുന്ന് പിന്നെ അതുപോലെ തന്നെ ഇത് മേത്തൊക്കെ കരിയൽ ഇതെല്ലാം വാരി തേച്ചിട്ട് പേട്ടതുള്ളി കയ്യിലൊക്കെ ഇത് വെച്ചിട്ട് പേട്ടതുള്ളി അപ്പൊ അങ്ങനെ. അപ്പൊ നമ്മള് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ട്. പിന്നെ പിന്നെ വേറൊരു ആഗ്രഹം, ഒരുപാട് നാളായിട്ട് ഒരു ഭഗവാൻ നമ്മളെ ഇങ്ങനെ കാത്തിരിക്കുന്നു, എള്ളിയിൽ ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട്. അത് ഏത് ഭഗവാനാണെന്നറിയാമോ? വിഠല ഭഗവാൻ. പാണ്ഡുരംഗ വിട്ടല ഭഗവാൻ. പാണ്ഡുരംഗ വിട്ടല അവിടെ ഭഗവാൻ. അവിടെ ഞങ്ങളെ കൊണ്ടുപോകണേ പ്രഭു, ഞങ്ങളെ അപ്പൊ കൊണ്ടുപോകണേ. അവിടെ ഇപ്രാവശ്യം ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ മധുപ്രഭുവായിട്ട് പറഞ്ഞു. നാസിക്കിലല്ലേ പ്രഭു? ഉം? നാസിക്കിലല്ലേ? നാസിക്കല്ലേ? പണ്ടാർപൂർ, മഹാരാഷ്ട്രയില് പണ്ടാർപൂർ. അവിടെ അപ്പൊ ഒന്ന് കൊണ്ടുപോകണം. ഒരു ഭക്തനെ ഞങ്ങളെ കൂടെ കാത്തിട്ട് ഇങ്ങനെ ഭഗവാനും രുക്മിണി ദേവിയും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു കല്ലിന്റെ പുറത്ത്, ഒരു വെട്ടുകല്ലിന്റെ പുറത്തിരിക്കുകയാണ്. അതുകൊണ്ട് വിട്ടല ആ ഒരു പേരിലാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഭഗവാൻ അതിനെ കാണുന്നുണ്ട്. അതിന്റെ അടുത്ത് തന്നെയാണ് കോലാപൂർ മഹാലക്ഷ്മി, കോലാസുരനെ വധിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു അത് അതിന്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്താണെന്നാണ് പറയുന്നത്, കോലാപൂർ മഹാലക്ഷ്മി ക്ഷേത്രം. നമസ്തേസ്തു മഹാമായേ ദേവീടേ സുരപൂജിതേ ശംഖുചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ നമസ്തേ ഗരുഡാരൂഢേ കോലാസുര ഭയങ്കരി ഭയങ്കരി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ ഒരു 8 ശ്ലോകങ്ങളുള്ളതാണ് ഈ അഷ്ടകം, മഹാലക്ഷ്മി അഷ്ടകം. അതിനകത്ത് കോലാസുരനെ കുഞ്ഞ് മരിച്ചു പോയിട്ട് കുഞ്ഞിനെ ജീവിപ്പിക്കുന്നൊക്കെ ഒരു കഥയല്ലേ വിട്ടത? അതെ അതെ. അത് ചെളിയിൽ പൂണ്ടിട്ട് പോയിട്ട് ഭഗവാൻ ജീവിപ്പിച്ചു കൊടുക്കുന്നു. വിട്ടലയുടെ ഒരുപാട് കഥകളുണ്ട്. പാണ്ഡുരംഗ വിട്ടല അത് എന്താ പറയുന്നത്, പുണ്ടരീകനാണ് അതിൻ്റെ അകത്ത് മെയിൻ ഇത്. പിന്നെ അതല്ലാതെ തന്നെ നാമദേവൻ എന്ന് പറഞ്ഞൊരു ഭക്തനുണ്ട്, ഭയങ്കര വലിയ ഭക്തൻ. പിന്നെ കബീർദാസ്, അതുപോലെ തന്നെ സക്കു ഭായി എന്ന് പറഞ്ഞൊരു ഭക്തയുണ്ട്. അതുപോലെ തന്നെ ചൊക്കാമല. ഇവരൊക്കെ ഭയങ്കര ഭക്തിയാണ്. അവരുടെയൊക്കെ കഥ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ എന്താ പറയുന്നത്, ഏതൊക്കെയോ ലോകത്തിൽ ചെല്ലുമ്പോൾ ഈ ഭക്തന്മാരുടെ കഥ, ഈ പാണ്ഡുരംഗ വിട്ടലയുടെ ഭക്തന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമഭക്തന്മാരാണ്. അപ്പൊ അതില് ഈ ഒരു പ്രാവശ്യം ഈ കബീർദാസ് രാമചരിതമാനസവും അല്ലെന്നാ കബീർദാസ് എഴുതിയതാണ്, ദോഹയാണ് എഴുതാറുള്ളത്. കബീർദാസ് സൂർദാസ് ഒക്കെ രാമഭക്തനാണ് കബീർദാസ്, മുസൽമാൻ ആയിരുന്നെങ്കിലും. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു പാണ്ഡുരംഗ വിട്ടല ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ഭയങ്കര കീർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കീർത്തനം നടന്ന് തകൃതിയായിട്ട് ഇങ്ങനെ കീർത്തനം നടന്നുകൊണ്ടിരുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവിടെ ഇരിക്കപ്പുറതി ഇല്ലാതായി മാറി. ഭക്തന്മാര് കിടന്ന് കീർത്തനം കളിച്ച് അവരെ തന്നെ മതി മറന്ന് ആടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു, ആ കൂടെ കിടന്ന് തുള്ളാൻ തുടങ്ങി. ഭഗവാൻ അങ്ങ് കൂടെ തുള്ളാൻ തുടങ്ങി. ഭഗവാൻ എന്ത് ചെയ്തു, മയിൽപീലി ഊരി താഴെ പോയി, ഉത്തരി ഇളകി താഴെ പോയി. അപ്പോഴത്തേക്കിനും കബീർദാസ് അവിടെ ഇരുന്ന് പറയുവാണ്, കബീർദാസ് ഭഗവാനെ നോക്കി പറയുവാണ്, ഇത്ര കൂടുതൽ മേളാങ്കിക്കണ്ട, ആ ഉത്തരി എടുത്തിടൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഇത്ര കൂടുതൽ തുള്ളരുത്, മതി മതി എന്ന് പറഞ്ഞ ആ ഒരു ഇതുണ്ട്, മറാത്തിയിലുള്ള ആ ഒരു പാട്ടുണ്ട്, അത് കേൾക്കണം. എന്തൊരു ഇതാണെന്നറിയോ, അധികം കൂടുതൽ തുള്ളണ്ട, പതുക്കെ മതി, ഇത്രയ്ക്കൊന്നും ആക്രമണം പാടില്ല. അപ്പൊ ഭഗവാൻ എന്താണ്, ഭക്തന്മാരുടെ കൂടെ അങ്ങ് മതിമറക്ക് കൂടെ ഇറങ്ങി വന്ന് തുള്ളാൻ തുടങ്ങി. ഭഗവാന് ആ വിഗ്രഹത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഭഗവാനാണ്. എപ്പോഴും ഭഗവാൻ വിളിക്കും. ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട് വിട്ടില് ഭഗവാന്റെ അടുത്ത് പോണെന്ന്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും ആരൊക്കെയോ എന്റെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഡിസംബർ 20-ാം തീയതിയാണ് ഞാൻ അവധി പാസ്സാകുകയാണെന്ന്, നിങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവധി പാസ്സാകുകയാണെന്നുണ്ടെങ്കിൽ വരുന്നത്. 20 ദിവസത്തെ ലീവിനാണ് ഇവിടെ പോണില്ലേ പ്രഭു? ജാനുവരി വൃന്ദാവനം 10 പോണില്ലേ? വരെ. അപ്പൊ പാണ്ഡുരംഗ വിട്ടല ക്ഷേത്രവും കോലാപുരി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പോകണം, വൃന്ദാവനത്തിലേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എങ്ങനെയാലും ഒരു മൊത്തത്തിൽ വരുവാണെങ്കിൽ ഒരു 10 ദിവസത്തിനകം എടുക്കുമായിരിക്കും. ഫ്ലൈറ്റിന് പോവാണെങ്കിൽ പെട്ടെന്ന് പോരാം. ഫ്ലൈറ്റിന് പോയില്ല എന്റെ ലീവ് മുഴുവൻ അങ്ങനെ അങ്ങ് തീരും, ട്രെയിനിലായിട്ട്. ആ സമയങ്ങളിലൊക്കെ കല്യാണങ്ങളുണ്ട് ബന്ധുക്കളുടെ. ഇത് ഡിസംബർ 20 മുതൽ ജാനുവരി 10 വരെയാണ് ലീവ് ഉള്ളത്. അപ്പം ആ സമയത്താണ്. അപ്പൊ എന്തായാലും ഞാൻ ഫെബ്രുവരിയിൽ ചിലപ്പോ മഹാകാലേശ്വർ ഉജ്ജയിനിൽ പോകും പ്രഭു. അവിടെ കല്യാണം ഉണ്ട്, ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ പോണം. അതെ അല്ലേ. അപ്പൊ മഹാകാലേശ്വർ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നല്ലേ ഉജ്ജയിനിലെ? അതെ 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 അതെ, മഹാകാലേശ്വർ MP മധ്യപ്രദേശിലെ. അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് പോകാനുള്ളത്. ഇനി ഞാൻ അയോധ്യയിൽ പണ്ട് ഞാൻ ഈ ക്ഷേത്രം പൊളിച്ചിരുന്ന സമയത്ത് പോയതാണ് നമ്മളുടെ രാംലീല കാണാനായിട്ട്. ക്ഷേത്രം പൊളിച്ചിരുന്ന സമയത്ത് വെറുതെ ഒരു ഷെഡ് ടാർപ്പോ വിരിച്ചിരുന്ന സമയത്ത് അവിടെ ആ സമയത്താണ് പോയി കണ്ടത്. അത് ഞാനൊരു ഇന്റർവ്യൂവിന് പോയ സമയത്ത് ഖൊരഗ്പൂർ, അവിടെ ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞ സമയത്ത് കമ്പനിയിലേക്ക് ആളെ എടുക്കാനായിട്ട് ആ സമയത്ത് ഒരു റിവർ കടന്നപ്പോ. ഖരഗ്പൂർ വെസ്റ്റ് ബംഗാളിലല്ലേ? അല്ലല്ല, ഖൊരനാഥ് ടെമ്പിൾ ഉണ്ട്, അത് ഇവിടെയാണ്, UP-യിലാണ്. അല്ലോ, ഖരഗ്പൂർ ഒന്ന് വെസ്റ്റ് ബംഗാളിലുണ്ടല്ലോ. അവിടെ IIT വേറെ ആയിരിക്കും. ഖരഗ്പൂർ IIT പറയില്ലേ പ്രഭു? അതെ 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 അതെ. അപ്പം ഈ ഖൊരഗ്പൂര് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവിടെ അടുത്താണ്, ബുദ്ധഗയൊക്കെ അവിടെ അടുത്താണ്. പക്ഷെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് സമയം. അപ്പൊ ഞാനൊരു റിവർ പാസ് ചെയ്തു. ഈ റിവർ നല്ല വീതിയുള്ള റിവർ, ഇത് ഏതാണെന്ന് ഞാൻ ടാക്സി ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതാണ് സരയൂ റിവർ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇതാണ് അയോധ്യ, ഇത് അയോധ്യയിൽ കൂടെ അല്ലേ പോകുന്നത്? ഇത് തന്നെ അയോധ്യ, ആ കാണുന്ന കൊടി കാണുന്ന അവിടെയാണ് രാം മന്ദിറിന്റെ സ്ഥലം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ആഗ്രഹമായി പോയി. ഇവിടെ വരെ വന്നതല്ലേ, 5 മണിക്കൂർ ട്രാവലാണ് ലക്നൌവിൽ നിന്ന് ഖൊരഗ്പൂരിലേക്ക്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തിരിച്ചു പോകണം. അപ്പൊ പറഞ്ഞു തിരിച്ചു പോകുമ്പോൾ പോകണമെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം സഫർ ചെയ്യേണ്ടി വരും, നേരത്തെ എണീക്കേണ്ടി വരും എന്ന് പറഞ്ഞു. കാര്യം 5 മണിക്കൂർ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകണ്ടാണ്. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് എന്റെ കൂടെയുള്ള 4 പേരുണ്ട്. അപ്പം മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ഉണ്ട് കൂടെ, എന്നെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നവര്. അപ്പൊ അവരോടൊക്കെ പറഞ്ഞു, അവരൊക്കെ സമ്മതാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും എണീറ്റ് നേരത്തെ കുളിച്ച് റെഡിയായി ഞങ്ങള് ഇവിടെ പോയി. ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ പോയി കണ്ടു, ഭഗവാനെ കണ്ടിട്ട് പോന്നു. പിന്നെ ഇപ്പൊ ശരിക്കും രാംലല്ല അവിടെ എത്തി. അപ്പൊ അതുകൊണ്ട് ഒന്ന് കാണണമെന്നുണ്ട്. പിന്നെ നമ്മള് ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാരായൺ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എത്ര നാളായി പോണെന്ന് ആഗ്രഹമായിട്ടിരിക്കുന്നു. ഹരിബോൾ. അതെ. അപ്പൊ അങ്ങനെ നമ്മള് കാർത്തിക മാസം നന്നായിട്ട് ആഘോഷിച്ചു. എത്ര പേര് നിങ്ങൾക്ക് ഭക്തന്മാരെയൊക്കെ കൃഷ്ണാവതിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന് അറിയില്ല. എന്നാലും നമ്മളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു.
പിന്നെ നമ്മൾ ഇന്ന് പ്രശ്നോത്തരിയാണ്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും അയ്യോ പേപ്പറും പേനയൊക്കെ എടുക്കാം. ഒരു മിനിറ്റ്. നമ്മളെന്നെ പ്രശ്നത്തിന് ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞിരുന്നാൽ മതി എന്നങ്ങ് തോന്നിപ്പോലെ. അപ്പൊ ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ച് ഞാനിപ്പം പോകും. പ്രശ്നോത്തരി എന്ന് പറയുമ്പോൾ ഈ പ്രശ്നോത്തരി കഴിഞ്ഞാൽ ഇനി ഭഗവത്ഗീത തീർന്നു കഴിഞ്ഞേ ഉള്ളൂ. കാര്യം ഇത് 4ാമത്തെ പ്രശ്നോത്തരിയാണ്. ഇനി ഭഗവത്ഗീത തീർന്നു കഴിഞ്ഞിട്ട് 2 കാണത്തുള്ളൂ ഈ ഒരു ചാപ്റ്റർ തീർന്നു കഴിയുമ്പോൾ. അപ്പം പേടി. ഒരു കാര്യം ചെയ്തോളൂ, എല്ലാവരും പേപ്പറും പേനയൊക്കെ എടുത്ത് റെഡിയായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം. കാര്യം ഇപ്രാവശ്യത്തേത് കുറച്ച് ടഫായിരിക്കും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, നിങ്ങൾ ആരും നിലവിളിക്കുകയും ചെയ്യരുത്. ജ്ഞാനാംബികമാരെ ഉത്തരവൊന്നും ചാടി പറയാനായിട്ട് നിൽക്കരുത്. ഉത്തരവൊന്നും അറിയത്തില്ല. ഈ മാസം ഭയങ്കര തിരക്കായിരുന്നു. ഒന്നും ശരിക്കും നോക്കിയിട്ടില്ല. ഇപ്പം സാരമില്ല. തന്നെ ഒന്നും നോക്കിയിട്ടില്ല മോളെ. 5:30 വന്നതേ ഉള്ളൂ. ഒന്നും നോക്കിയില്ല. ഒന്നും ഒന്നും നോക്കിയില്ല. നോക്കിയില്ല. സമയം സാരമില്ല. കിട്ടിയില്ല. സാരമില്ല. ഒന്നും നോക്കിയതുമില്ല, ക്ലാസ് മിസ്സും ആയിട്ടുണ്ടായിരുന്നു, ഒന്നും അറിയില്ല. അതെ, കുഴപ്പമില്ല. ഇപ്പഴാ ചാപ്റ്റർ വെച്ച് നോക്കിയേ. പിന്നെ അതെയോ? ചോയ്സ് ആണെങ്കിൽ പിന്നെ എങ്ങനെങ്കിലും ഒക്കെ കറക്കി കുത്തി ചോയ്സ് എഴുതാം. പക്ഷെ കുറവായിരിക്കും. അപ്പൊ പിന്നെ ഒന്നും കിട്ടുന്നില്ല. 1-2 കാണത്തുള്ളൂ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുവാണ്. കൃഷ്ണ ആദ്യത്തെ ചോദ്യം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗുരു ആരായിരുന്നു? ഓപ്ഷൻ എ വസിഷ്ഠമുനി, ഓപ്ഷൻ എ വസിഷ്ഠമുനി, ഓപ്ഷൻ ബി എഴുതണ്ടേ? വിശ്വാമിത്ര മുനി, ഓപ്ഷൻ സി സാന്ദീപനി മഹർഷി, ഓപ്ഷൻ ഡി അത്രി മഹർഷി. എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടിരിക്കുക. അവിടെ നിന്ന് ഉത്തരം എഴുതുമ്പോൾ ഓരോരുത്തരും ഒക്കെ അവനവന്റെ മനസ്സിൽ കേട്ടില്ല പ്രഭു. ആത്മഗതം വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാരും മറ്റുള്ളവർ കേൾക്കും. അപ്പം ഒന്നുകൂടെ പറയണം പ്രഭു, കേട്ടില്ല. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗുരു ആരായിരുന്നു? എ വസിഷ്ഠമുനി, ബി വിശ്വാമിത്ര മുനി, സി സാന്ദീപനി മഹർഷി, ഡി അത്രി മഹർഷി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗുരു ആരായിരുന്നു? എ വസിഷ്ഠമുനി, ബി വിശ്വാമിത്ര മുനി, സി സാന്ദീപനി മഹർഷി, ഡി അത്രി മഹർഷി. ഗീതാമാതാജി വരലക്ഷ്മി ഹെൽപ്പ് ചെയ്യുമായിരിക്കല്ലേ? വരലക്ഷ്മിക്ക് എല്ലാം അറിയാം. ഇവിടെ ഇല്ല ഇല്ല ഇല്ല. എന്റെ അടുത്തില്ല. പിന്നെ ഡിസ്പ്ലേ കാണിക്കാൻ പറ്റത്തില്ലേ? ഞാൻ കാണിക്കാം. ഡിസ്പ്ലേ കാണുന്നില്ല, ഒന്നുമില്ല. ഞാൻ കാണിക്കാം. ഞാൻ ഷെയർ ചെയ്യാം. എൻ്റെ ഓഫീസിലിരുന്ന് എഴുതിയതാണ്. അത് കാരണം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 2 ആഴ്ചയായിട്ട് ശ്രമിച്ചിട്ട് എനിക്ക് ഇന്നലെ എഴുതാൻ പറ്റിയത്. ഭയങ്കര ഇതിൽ എഴുതേണ്ടി വന്നു. എന്തൊക്കെയോ അക്ഷരത്തെറ്റാണ്. മലയാളം നിങ്ങൾ കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്, എൻ്റെ മലയാളം വളരെ വീക്കാണ്. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗുരു ആരായിരുന്നു? 2ാമത്തെ ചോദ്യം വേഗം എഴുതിക്കുള്ളൂ. ദുര്യോധനെ സന്തോഷിപ്പിക്കാനായി ആദ്യമായി ശംഖ് ഊതിയത് ആര്? ദുര്യോധനെ സന്തോഷിപ്പിക്കാനായിട്ട് ആദ്യമായിട്ട് ശംഖൂതിയത് ആര്? എ കർണൻ, ബി അശ്വത്ഥാമാവ്, സി ഭീഷ്മർ, ഡി ദ്രോണർ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ശംഖ് ഊതിയവർ ആരെല്ലാം? അതിപ്പോ ഓർഡറിൽ, ഞാൻ എഴുതിയ ഓർഡറിൽ തന്നെ ആ ശംഖിന്റെ നേരെ അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉത്തരം എഴുതണം. ദേവദത്തം ഊരിയത് ആര്? പാഞ്ചജന്യം, അതുപോലെ പൗണ്ട്രം, അനന്തവിജയം, സുഘോഷ, മണിപുഷ്പക. ഇത് അത് ഓരോ ശംഖ് ഊതിയത് ആരാണെന്ന്, അല്ലെങ്കിൽ ആരുടെ ശംഖുകളാണ് അത് ഓരോന്നും എന്ന് എഴുതണം. ഒന്നുകൂടെ പറയണേ. താഴെ പറയുന്ന ശംഖ് ഊതിയവർ ആര്? സ്ക്രീനിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് മാതാജി. എ ദേവദത്തം. ദേവദത്തം ആരുടെ ശംഖാണ്? ആരാണ് അത് ഊതിയത്? ബി പാഞ്ചജന്യം ആരുടെ ശംഖാണ്? അത് ആരാണ് ഊതിയത്? സി പൗണ്ട്രം, ഡി അനന്തവിജയം, ഈ സുഘോഷ,
എഫ് മണിപുഷ്പക. അപ്പൊ ഈ ഞാൻ ആ സ്ക്രീനിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഓർഡറിൽ അത് ആരുടെ ശംഖാണ്, ആരൊക്കെയാണ് അത് ഊതിയത് എന്നെഴുതണം. എ ദേവദത്തത്തിന്റെ നേരെ ആര്, ബി പാഞ്ചജന്യം ആരാ, സി പൗണ്ടർ ആരാണ്, ഡി അനന്തവിജയ് ആരുടേതാണ്, ഇ സുഘോഷ ആരുടേത്, ഡി മണിപുഷ്പക. അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ ഇല്ലാത്തവരും കുറച്ച് ടഫായിരിക്കും എന്ന് പറഞ്ഞത്. നാല് കഴിഞ്ഞോ? എ ദേവദത്തം, ബി പാഞ്ചജന്യം, സി പൗണ്ഡ്രം, ഡി അനന്തവിജയം, ഇ സുഘോഷ, എഫ് മണിപുഷ്പക. ഈ ഓരോ ശംഖും ആരുടെയാണ്, അത് ആരൊക്കെയാണ് അത് ആ സമയത്ത് ഊതിയത്, യുദ്ധസമയത്ത്. ആ എഴുതി. നാലാമത്തേത് അർജുനന്റെ രഥത്തിന്റെ പേരെന്തായിരുന്നു? ഓപ്ഷൻ ഇല്ല. അഞ്ചാമത്തേത് വിഷ്ണുവിന്റെ 5 ആയുധങ്ങൾ ഏതെല്ലാം? വിഷ്ണുവിന്റെ 5 ആയുധങ്ങൾ. ഞാൻ അതിന്റെ ശ്ലോകം ഷെയർ ചെയ്ത് തന്നായിരുന്നു. വിഷ്ണു പഞ്ചായുധ സ്തോത്രം. ഇതൊക്കെ ആരെങ്കിലും കണ്ടോ ആവോ? ഞാൻ ആ ഓരോരോ ക്ലാസ് കഴിഞ്ഞ് ആ ഒരു ക്ലാസ്സിലെ പ്രതിപാദ്യങ്ങൾ ഞാൻ മിക്കവാറും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ കണ്ട ആൾക്കാർ ആ ശ്ലോകം വായിച്ചിട്ട് നോക്കി കാണും. വിഷ്ണുവിന്റെ 5 ആയുധങ്ങൾ. പിന്നെ അടുത്ത് 12 മഹാജനങ്ങൾ ആരെല്ലാം? അത് ഞാൻ നമ്മളുടെ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഷെയർ ചെയ്തതാണ്. 12 മഹാജനങ്ങൾ ആരെല്ലാം? ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള 12 മഹാജനങ്ങൾ ആരെല്ലാം? നമ്മൾ പേരെഴുതുമല്ലയോ? ആ പേരെഴുതുക. ആ ആ 12 പേരുടെയും പേര്. എഴുതാം പ്രഭു. ആ. കഴിഞ്ഞെങ്കിൽ അയ്യോ ഇല്ല, എഴുതട്ടെ. ആരും ഇനി വാട്സപ്പ് ഒന്ന് തുറന്ന് നോക്കണ്ട. അത് പറ്റത്തില്ല. പകുതി ഓർമ്മ ഉണ്ടെങ്കിൽ പകുതി മാർക്ക് കിട്ടുമോ? നോക്കാം. ചാടി കയറി ഉത്തരം പറഞ്ഞാ ഉള്ള മാർക്കോടെ പോവും, അത്രേ ഉള്ളൂ. മറ്റേ പകുതിയെ പറ്റി ആലോചിക്കാം. ഓ 8 ഓർമ്മ വരും. ആ ഒരു അത് ശ്ലോകം കൂടി ഓർമ്മ വരുന്നില്ല ഇപ്പൊ. ഓക്കെ ഓക്കെ. അടുത്തത് മഹാഭാരതം അനുസരിച്ച് അഷ്ടവസുക്കൾ ആരെല്ലാം? മഹാഭാരതം അനുസരിച്ച്, ഞാൻ ഈ ചോദ്യം പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടണം. മഹാഭാരതം അനുസരിച്ച് അഷ്ടവസുക്കള് പല സ്ഥലത്തും പല രീതിയിൽ പറയുന്നുണ്ട്, പല പുരാണങ്ങൾ അനുസരിച്ചിട്ട്. അപ്പം മഹാഭാരതം അനുസരിച്ചിട്ട് അഷ്ടവസുക്കൾ ആരെല്ലാം? അവരുടെ പേരെഴുതണോ? ആ അഷ്ടവസുക്കളുടെ പേര്. 8 പേരുടെ പേരെഴുതുക. അഷ്ടവസുക്കൾ ആരൊക്കെയാണ്? ഭീഷ്മര്. അഷ്ടവസുക്കളുടെ ശരിയായിട്ടുള്ള പേരാണ് എഴുതേണ്ടത്. ചിലരൊക്കെ ഉത്തരമൊക്കെ വിളിച്ച് പറയുന്നവരുണ്ട്. അപ്പൊ അവർ മറ്റുള്ളവരെയും കൂടി തെറ്റിക്കരുത്. അവരുടെ മാർക്ക് കുറയും. ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് ആരാണ് വിളിച്ചു പറഞ്ഞെന്നുള്ള.
മഹാഭാരതം അനുസരിച്ച് അഷ്ടവസ്തുക്കൾ ആരെല്ലാം? നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന കൊള്ളാം, പക്ഷെ മ്യൂട്ട് ചെയ്തിട്ട് വേണം ഉറക്കെ വേണേ പറഞ്ഞു അവിടെ ഇരുന്ന്. മൈക്ക് തുറന്നു വെച്ചുകൊണ്ട് ഉറക്കെ പറയാൻ പാടില്ല. ഉം. ആരുടെ അടുത്ത 8ാമത്തെ ചോദ്യം, ആരുടെ ശാപം മൂലമാണ് അഷ്ടവസ്തുക്കൾ ഭൂമിയിൽ പിറക്കാൻ ഇടയായത്? എ ദുർവാസാവ്, ബി വിശ്വാമിത്രൻ, സി ഇന്ദ്രൻ, ഡി വസിഷ്ഠൻ. ആരുടെ ശാപം മൂലമാണ് അഷ്ടവസ്തുക്കൾ ഭൂമിയിൽ പിറക്കാൻ ഇടയായത്? എ ദുർവാസാവ്, ബി വിശ്വാമിത്രൻ, സി ഇന്ദ്രൻ, ഡി വസിഷ്ഠൻ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മൾ ആ കഥ ഭീഷ്മപഞ്ചത്തിന് അന്ന് പറഞ്ഞതാണ്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ഇനി അടുത്ത 9, അഷ്ടവസുവിൽ ആരാണ് ഭീഷ്മരായി പിറന്നത്? അഷ്ടവസുവിൽ ആരാണ് ഭീഷ്മരായി പിറന്നത്? എ പ്രഭാസൻ, ബി സോമൻ, സി ധ്രുവൻ, ഡി ധരൻ. അഷ്ടവസുക്കളിൽ ആരാണ് ഭീഷ്മരായി പിറന്നത്? എ പ്രഭാസൻ, ബി സോമൻ, സി ധ്രുവൻ, ഡി ധരൻ. ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും ഓപ്ഷൻ ഇല്ല. പത്താമത്തേത്, ഭീഷ്മദേവരുടെ യഥാർത്ഥ നാമധേയം എന്തായിരുന്നു? ഓപ്ഷൻ ഇല്ല, ഉത്തരവിരിക്കൂ. പെട്ടെന്ന് പെട്ടെന്ന് പോട്ടെ. എഴുതി. 11, ഭീഷ്മദേവരുടെ അച്ഛനും അമ്മയും ആരായിരുന്നു? 10ാമത്തെ ക്വസ്റ്റ്യന് ഭീഷ്മദേവരുടെ യഥാർത്ഥ നാമധേയം എന്തായിരുന്നു? 11, ഭീഷ്മദേവരുടെ അച്ഛനും അമ്മയും ആരായിരുന്നു? 12, ശാന്തനു മഹാരാജാവ് പൂർവ്വജന്മത്തിൽ ആരായിരുന്നു? ശാന്തനു മഹാരാജാവ് പൂർവ്വജന്മത്തിൽ ആരായിരുന്നു? 13, സത്യവതിയുടെ ആദ്യ പുത്രൻ ആരായിരുന്നു? സത്യവതിയുടെ ആദ്യ പുത്രൻ ആരായിരുന്നു? 14, കൃഷ്ണ ദ്വൈപായന വ്യാസ മഹർഷിയുടെ പിതാവ് ആര്? കൃഷ്ണ ദ്വൈപായന വ്യാസ മഹർഷിയുടെ പിതാവ് ആര്? 15, ഭീഷ്മദേവരുടെ ഗുരു ആരായിരുന്നു? 15, ഭീഷ്മദേവരുടെ ഗുരു ആരായിരുന്നു? 16, അംബ ആരുടെ മകളായി പുനർജനിച്ചു? അംബ ആരുടെ മകളായി പുനർജനിച്ചു? 17, കൃഷ്ണൻ വലിച്ചെറിഞ്ഞ രഥചക്രം വീണ സ്ഥലം ഇന്നറിയപ്പെടുന്നത് ഏതു പേരിലാണ്? കൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ചിട്ട് രഥചക്രം വലിച്ചെറിഞ്ഞു, അത് വീണ സ്ഥലം ഇന്ന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ഏത് സ്റ്റേറ്റിലാണെന്നല്ലേ? ആ അടുത്തത് 18, ധൃതരാഷ്ട്രന്റെയും പാണ്ഡുവിന്റെയും അമ്മമാർ യഥാക്രമം ആരെല്ലാം?
ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും അമ്മമാർ യഥാക്രമം ആരൊക്കെ? 19 ഭീഷ്മദേവർക്ക് ഇച്ഛാമൃത്യു വരദാനമായി കൊടുത്തത് ആരാണ്? ഭീഷ്മദേവർക്ക് ഇച്ഛാമൃത്യു വരദാനമായി കൊടുത്തത് ആര്? അടുത്തത് 20 കാർത്തിക മാസത്തിൽ നടന്ന ഭഗവാന്റെ പ്രധാനപ്പെട്ട 5 ലീലകൾ. ഒരുപാട് ലീലകളുണ്ട്, അനന്തകോടി ലീലകളുണ്ട് ഭഗവാന്റെ. നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന 5 ലീലകൾ. മറന്നു പോകുന്നു. അതെയോ? അതാണ് നമ്മുടെ മൂന്നെണ്ണേ അറിയുള്ളൂ. പ്രശ്നം. എല്ലാം മറന്നു പോകും. എന്റെ അവസ്ഥ ഇത് തന്നെയാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. 21 പ്രഭുവിനെക്കാട്ടിലും വയസ്സായി ഞങ്ങൾക്ക്. പ്രഭു ഇതെന്നും കൈകാര്യം ചെയ്ത് ഇതുവരെ ആവശ്യം കൂടെ കൈകാര്യം ചെയ്യുന്നവരാ. ഞാനും നിങ്ങളെ പോലെ വെള്ളിയാഴ്ച അല്ലേ ഉള്ളൂ, അല്ലാത്ത ദിവസം. അല്ലാത്ത ദിവസമൊക്കെ എടുത്തിട്ട് എല്ലാം വായിക്കുന്നുള്ളൂ, പക്ഷെ പിന്നെ ഇതെല്ലാം മറന്നു. 21 വൃന്ദാദേവിയുടെ പിതാവിന്റെ നാമധേയം. 21 വൃന്ദാദേവിയുടെ പിതാവിന്റെ നാമധേയം. 22 വൃന്ദാദേവിയുടെ ഭർത്താവിന്റെ നാമം. 23 ജലന്ധരന്റെ പിതാവ് ആരാണ്? ജലന്ധരന്റെ പിതാവ് ആരാണ്? ജലന്ധരനെ വധിച്ചതാണ്. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് ആർക്കെങ്കിലും? ഓപ്ഷൻ ഇല്ലാത്തോണ്ട് അത് കുറച്ച് കട്ടിയായി. ദേഷ്യം തോന്നുന്നുണ്ട്. എന്നെ ഭസ്മമാക്കിയേക്കരുത്. ദേഷ്യമില്ല. ജലന്ധരനെ വധിച്ചതാര്? 25 വൃന്ദാദേവി ശാപത്താൽ ഒരു നദിയായി മാറി. ആ നദിയുടെ പേര്? വൃന്ദാദേവി ഒരു നദിയായി മാറി, ആ നദിയുടെ പേര്? ആ നദി ഇന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആരാണ് വൃന്ദാദേവിയെ ശപിച്ചത്? ഈ 3 എണ്ണം കൂടെയാണ്. വൃന്ദാദേവി ആരാണ് ശപിച്ചത്? ആ ശപിച്ചപ്പോൾ വൃന്ദാദേവി ഏത് നദിയായി മാറി? അത് ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആ നദി? വൃന്ദാദേവി. അടുത്ത ചോദ്യം 26. ഭഗവാൻ വൃന്ദാദേവിയുടെ ശാപത്താൽ ആരായി മാറി? ഭഗവാന് വൃന്ദാദേവി ശാപം കൊടുത്തപ്പോൾ ഭഗവാൻ എന്തായിട്ടാണ് പരിണമിച്ചത്? ഇനി 27ാമത്തെ ചോദ്യം. ദാമോദർ ലീലയിൽ ശാപമോക്ഷം കിട്ടിയ കുബേരപുത്രന്മാർ ആരെല്ലാം? ദാമോദർ ലീലയിൽ ശാപമോക്ഷം കിട്ടിയ കുബേരപുത്രന്മാർ ആരൊക്കെ?
അടുത്ത 28 ഗോകുലാങ്കണത്തിൽ ശാപത്താൽ ജനിച്ച 2 വൃക്ഷങ്ങൾ. ആ വൃക്ഷങ്ങളുടെ പേര്. ഗോകുലാങ്കണത്തിൽ ശാപം കൊണ്ട് ജനിച്ച 2 വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ആ വൃക്ഷങ്ങളുടെ പേര് എന്തായിരുന്നു? അതന്നെയല്ലേ ഇപ്പൊ ചോദിച്ചത് പ്രഭു അതെ. മുമ്പ്? അത് ആ വൃക്ഷത്തിന്റെ പേര് കുബേരപുത്രന്മാരുടെ പേരാ ചോദിച്ചത്. പുത്രന്മാരുടെ പേര്. വൃക്ഷം ആ വൃക്ഷത്തിന്റെ വൃക്ഷത്തിന്റെ പേര് പേരെന്താണെന്നാണ് ഞാൻ ഇപ്പൊ ചോദിച്ചത്. അടുത്ത ചോദ്യം. ഗോകുലാങ്കണത്തിൽ ശാപം മൂലം ജനിച്ച വൃക്ഷങ്ങളുടെ പേര്. മറ്റേത് ഞാൻ കുബേരപുത്രന്മാരുടെ പേരാ ചോദിച്ചത്. ഈ വൃക്ഷങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുവാണെന്നാണ് അടുത്ത ചോദ്യം. 2 റിലേറ്റഡ് ആണ്, പക്ഷെ 2ന്റെ ഉത്തരങ്ങൾ 2ആണ്. കുബേരപുത്രന്മാരാണ് ഈ വൃക്ഷങ്ങളായിട്ട് പിറന്നത്. മാതാജി പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷെ ആ വൃക്ഷങ്ങളുടെ പേരാണ് ഞാൻ ചോദിച്ചത്. ഇത് 2നും 2 ഉത്തരങ്ങളാണ്, തെറ്റിപ്പോരത്. ഇനി 29ാമത് ചോദ്യം. ഗോവർദ്ധന ലീലയിൽ ഇന്ദ്രൻ വിളിച്ചു വരുത്തിയ മേഘങ്ങളുടെ പേരെന്താണ്? ഗോവർദ്ധന ലീലയിൽ ഇന്ദ്രൻ വിളിച്ചു വരുത്തിയ മേഘങ്ങളുടെ പേരെന്താണ്? അതായത് കൊടുങ്കാറ്റും പേമാരിയൊക്കെ പ്രളയം, മഹാപ്രളയം വരുമ്പോൾ മാത്രം വരുന്ന ആ മേഘങ്ങളുടെ പേരെന്താണ്? ഓർമ്മ കിട്ടുന്നില്ലല്ലേ കൃഷ്ണ? എന്താകും അവസ്ഥ? അടുത്ത പ്രഭു 30ാമത്തെ അടുത്ത 30ാമത്തെ ചോദ്യം കൊണ്ട് തീർക്കാണ്. ആരും വിഷമിക്കണ്ട. കമ്പോസിഷൻ സുരഭി എഴുതാനാ പശു നീ വളരെ പാട്. സുരഭി പശു ഗോവിന്ദാഭിഷേകം നടത്തിയ സ്ഥലം. സുരഭി പശു ഗോവിന്ദാഭിഷേകം നടത്തിയ സ്ഥലം. സുരഭി പശു ഗോവിന്ദാഭിഷേകം നടത്തിയ സ്ഥലം. എന്റെ കൃഷ്ണ ഭഗവാൻ. മറന്നു പോയി കൃഷ്ണ. പകുതിയെങ്കിലും കിട്ടുമോ? പകുതി കിട്ടും, പകുതി കൂടുതൽ കിട്ടും. എന്ന് അതെ. വിശ്വസിക്കുന്നു. നല്ല കോൺഫിഡൻസ് ഉള്ള എല്ലാരും മാതാജി. അതെ, പകുതി കൂടുതൽ എന്തായാലും കിട്ടും. ആ 15 മാർക്ക് എല്ലാരും എന്തായാലും കിട്ടും. എന്നാ ഉത്തരം നോക്കിക്കോളൂ. ഇപ്രാവശ്യത്തെ എനിക്ക് ഏറ്റവും കട്ടി പോലെ തോന്നി. കാര്യം ഓപ്ഷൻ ഇല്ലാതെ. ആ, ഇതിന് കട്ടിയുണ്ട്. കട്ടിയില്ല, പറഞ്ഞു തന്നാ, പക്ഷെ ഓർമ്മയില്ല. ആ, അതെ, അതെ. അപ്പം നമ്മൾ എന്നാ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഭഗവത്ഗീത പ്രശ്നോത്തരി 4ാമത്തേത്. 1ാമത്തെ ചോദ്യം. ഭഗവാൻ കൃഷ്ണന്റെ ഗുരു ആരായിരുന്നു? അതിന്റെ ഉത്തരം സി ആണ്, സാന്ദീപനി മഹർഷി. സാന്ദീപനി, അത് ഓക്കെ, ശരിയാ. ഉത്തരം സി. 2ാമത്തേത്. ദുര്യോധനനെ സന്തോഷിപ്പിക്കാനായി ആദ്യമായിട്ട് ശംഖൂതിയ വ്യക്തി ആരാണ്? ഭീഷ്മര്. സി, ഭീഷ്മർ. സി ആണ് ഉത്തരം. സി. അടുത്തത് 3ാമത്തേത്. താഴെ പറയുന്ന ഓർഡറിൽ അവരവരുടെ ശംഖ് ഓരോരുത്തരുടെയും പേര്. ദേവദത്തം ആരുടെയായിരുന്നു? അർജുനന്റെ. അർജുനന്റെ. അതുപോലെ തന്നെ പാഞ്ചജന്യം ശ്രീകൃഷ്ണന്റെ. ശ്രീകൃഷ്ണന്റെ. അതുപോലെ പൗണ്ഡ്രം, ഭീമന്റെ. അതുപോലെ അനന്തവിജയം, യുധിഷ്ഠിരൻ. സുഘോഷ, നകുലൻ. സഹദേവൻ. ആ, മണിപുഷ്പക. നകുലൻ. ഇതെല്ലാവർക്കും ശരിയാണോ? എല്ലാവർക്കും അല്ല, ശരിയാ നിങ്ങൾ പറഞ്ഞു. എല്ലാം ശരി. അല്ല, ശരിയാ. ഈ എന്താ പ്രഭു? ഈ നകുലൻ, നകുലൻ. മറ്റേത് സഹദേവൻ. സഹദേവൻ. നേരത്തെ പ്രഭുജി എല്ലാവരും പറഞ്ഞു. മറ്റേ കഴിഞ്ഞ പ്രാവശ്യം, അതിന്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ പ്രശ്നോത്തരി ഇട്ടപ്പോ പറഞ്ഞു ഞങ്ങൾ ഈ ശംഖിന്റെ എല്ലാം പേര് കുത്തിയിരുന്ന് പഠിച്ചു. എന്നിട്ട് പ്രഭു ആ ചോദ്യം അതെല്ലാം ഓർമ്മയുണ്ട്. ചോദിച്ചു. അതെല്ലാം പ്രഭു ആ ഓർമ്മയുണ്ട്. ചോദ്യം ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അത് കുത്തി മാത്രം കുത്തിയിരുന്ന് പഠിച്ചുകൊണ്ട് തന്നെ എഴുതി. അതാരാ പറഞ്ഞതെന്ന് കൈ വെക്കാമോ? ഞാനും പറഞ്ഞു. അപ്പൊ നോക്കി. പ്രഭുജി ഒരു കാര്യം ചെയ്യും, ആൻസർ പ്രഭുജി മാത്രമായിട്ട് പറയണേ. എല്ലാരും കൂടെ വിളിച്ചു പറഞ്ഞ എല്ലാം തെറ്റുന്നു. ആ, ഓക്കെ. അപ്പൊ ബാക്കി എല്ലാവരും മ്യൂട്ട് ആൻസർ ചെയ്തു. പ്രഭുജി മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. ആ, അപ്പം ജ്ഞാനാമയ മാതാജി ശ്രദ്ധിക്കാം. മിണ്ടാതിരിക്കുക, മിണ്ടാ. ഓക്കെ, 4ാമത്തേത്. അപ്പൊ ഈ പറയുന്ന ശംഖ് ആരൊക്കെ കൊടുത്തെന്നുള്ള അറിയോ? ഞാൻ ആ ക്വസ്റ്റ്യൻ ഇട്ടില്ല. പാഞ്ചജന്യം എവിടുന്ന് കിട്ടിയതാണ്? ഏത് അസുരനിൽ നിന്ന് കിട്ടിയാണ്? മകനെ തിരയാൻ പോകുമ്പോ സാന്ദീപനി മഹർഷിയുടെ മകനെ തിരയാനായിട്ട് പോകുമ്പോഴത്തേന് പാഞ്ചകൻ എന്നുള്ള അസുരൻ അല്ലെങ്കിൽ ശംഖാസുരനിൽ നിന്ന് കിട്ടിയതാണ് അല്ലേ?
പിന്നെ ദേവദത്തൻ എവിടെ നിന്ന് കിട്ടിയാണ്? ദേവദത്തൻ വരുണദേവൻ. വരുണ വരുണദേവൻ. വരുണ അതുപോലെ തന്നെ പൗണ്ടർ എവിടെ നിന്ന് കിട്ടിയാണ്? നാഗലോകത്തൊന്നുമില്ല പ്രഭു. നാഗലോകത്ത് നിന്ന് കിട്ടിയാണ്. പിന്നെ അടുത്തത് സുഘോഷ മണിപുഷ്പക എവിടെ നിന്ന് കിട്ടിയതാണ്? അശ്വിനി ദേവന്മാർ അശ്വിനി ദേവന്മാരുടെ. ഭീഷ്മദേവരുടെ സംഖ്യന്റെ പേരോ? ഗംഗാന. ഗംഗാന. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ദുര്യോധനന്റെ സംഖ്യന്റെ പേരോ? പിതാരക് വിതാരക്. വിതാരക്ക്. കർണന്റെ സംഖ്യന്റെ പേര്? ഹിരണ്യപ്രഭ ഹിരണ്യഗർഭ. ഹിരണ്യഗർഭ്. ആര് കൊടുത്താണ്? ഹിരണ്യഗർഭ സൂര്യൻ കൊടുത്തതാ. സൂര്യൻ. ആ, അതെ അതെ. ദൃഷ്ടദ്യുമ്നന്റെ സംഖ്യന്റെ പേര്? യമഘോഷ് യമഘോഷ്. അഗ്നിദേവൻ കൊടുത്തു. അതെ, അഗ്നിദേവൻ കൊടുത്തതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ആ ചോദ്യമൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ച് ഞാനതൊന്നും ഇട്ടില്ലായിരുന്നു. ഇനി അടുത്ത ചോദ്യം, നാലാമത്തേത്. അർജുനന്റെ രഥത്തിന്റെ പേരെന്തായിരുന്നു? കപിധ്വജം. കപിധ്വജം. അടുത്തത് എല്ലാരും വിളിച്ചു പറയരുത് കേട്ടോ, ഉത്തരം തെറ്റും പലരും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് സമാധാനമായിട്ട് സംയമനം പാലിക്കുക. അഞ്ചാമത്തേത് ഭഗവാന്റെ 5 ആയുധങ്ങള്. അത് എഴുതിയില്ല പ്രഭു. ആ ശ്ലോകം എന്തായിരുന്നു? സ്ഫുരസഹസ്രാരശിഖാതിതീവ്രം സുദർശനം ഭാസ്കരകോടിതുല്യം സുരദിഷാം പ്രാണവിനാശി വിഷ്ണോ ചക്രം സദാഹം ശരണം പ്രപദ്യേ വിഷ്ണോർമുഖോത്താനിലപൂരിതസ്യ യസ്യധ്വനിർദാനവദർപ്പഹന്ത തം പാഞ്ചജന്യം ശശികോടിശുഭ്രം ശംഖം സദാഹം ശരണം പ്രപദ്യേ ഹിരണ്മയീ അങ്ങനെ സമാനസാര കൗമോദകീം ദൈത്യകുലൈകഹന്ത്രീം വൈകുണ്ഠവാമാഗ്രകരാഭിമൃഷ്ടാം ഗദാം സദാഹം ശരണം പ്രപദ്യേ. അങ്ങനെ പറഞ്ഞു. പേരെഴുതി ശംഖ ചക്രം ഗദ അങ്ങനെ ശംഖചക്ര ഗദാ പത്മം. പത്മ അല്ല, 5 ആയുധങ്ങളല്ല. പത്മ ഒരു ആയുധമല്ല. പാഞ്ചജന്യ കൗമോദകിയാണ് ഗദ. നന്ദകം എന്ന് പറയുന്ന വാളാണ്. തന്നന്തകം നാമ ഹരേ പ്രദീപ്തം ഖഡ്ഗം സദാഹം ശരണം പ്രപദ്യേ യജ്ജാനി നാദ ശ്രവണാസുരാണ ചേതാംസി നിർമുക്ത ഭയാനി സദ്യ. അടുത്തെന്താണ്? ശാർങ്ങം സദാഹം ശരണം പ്രപദ്യേ. അത് അദ്ദേഹത്തിന്റെ വില്ലാണ്. ശാർങ്ങം സദാഹം ശരണം പ്രപദ്യേ. ശാർങ്ങായുധധാരി എന്നല്ലേ ചിലർക്കൊക്കെ പേരില്ലേ, ശാർങ്ങായുധൻ എന്ന് പറഞ്ഞിട്ട്, ശാർങ്ങധരൻ എന്നൊക്കെ പറഞ്ഞിട്ട്. മൂന്നെണ്ണം എഴുതി ശംഖ ചക്രം ഗദ. അപ്പൊ അത്ര 6 മാർക്കോ? 6 മാർക്ക് എടുത്തോളൂ മാതാജി. അപ്പൊ ഈ 5 ആയുധങ്ങൾ ഓർത്തിരിക്കുക. ആ ശ്ലോകം ഓർത്തിരിക്കുക. 5 ശ്ലോകങ്ങൾ. അത് പോയിന്റ് പ്രഭു പോയിന്റ് ഒന്നും ഇട്ട് തരണേ. ഞാൻ എഴുതിയെടുത്തില്ല. പ്രഭു എഴുതുന്നത് പറയുന്നതെല്ലാം ഞാൻ എഴുതും, പക്ഷെ അത് എഴുതിയിട്ടില്ല. നോക്കട്ടെ, അത് ഡിലീറ്റ് ആയി പോയില്ല. ഒന്നും ഇട്ട് തന്നാ മതി. നോക്കട്ടെ, നോക്കിയിട്ട്. അത് കുറച്ചായി മാതാജി, അത് നോക്കാം. ഈ ശ്ലോകം നമ്മൾ ശത്രു വിനാശത്തിന് വേണ്ടിയിട്ടാണ് ജപിക്കുന്നത്. ശത്രു ഭയങ്കര പേടി ഉണ്ടാകുമ്പോഴാണ് ഇത് നമ്മൾ ഈ ഒരു ശ്ലോകം ജപിക്കുന്നത്. അടുത്തത് 6ാമത്തെ ചോദ്യം. 12 മഹാജനങ്ങൾ ആരൊക്കെ? എനിക്ക് 4 ഞാൻ പറയട്ടെ പ്രഭു. എല്ലാരോടും ഒരാൾ പറയട്ടെ. മാതാജിക്ക് അറിയാമെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ മാതാജിക്ക് തിരക്ക് കൂടുതലായിരുന്നു. മാതാജിക്ക് അവസരം തരിക. അത് ശരിയാണോന്ന് അറിയണ്ടേ എഴുതിയത്? പ്രഭു ബ്രഹ്മാവ്, നാരദൻ, ശിവൻ, സനകാദികള്, പ്രഹ്ലാദന്, കപിലന്, സ്വയംഭൂമനു, ഭീഷ്മർ, യമധർമ്മന്, ജനകന്, ശുകബ്രഹ്മർഷി, മഹാബലി. അതെ, ശരിയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ശരിയാണ്, പറയാം. ബാക്കി എല്ലാവരും മിണ്ടാതിരിക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം. അതിൽ പലരും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ബ്രഹ്മ, നാരദ, ശിവ, 4 കുമാരന്മാർ, കപിലദേവൻ, സ്വയംഭൂമനു, പ്രഹ്ലാദൻ, ജനകൻ, ഭീഷ്മർ, മഹാബലി, സുഖദേവ ഗോസ്വാമി, യമധർമ്മദേവൻ. സ്പീഡില് പറയണ്ട, ഒന്ന് ടിക്ക് ഇട്ടോട്ടെ. ഒന്നുകൂടെ പറയാം. ഇടയ്ക്ക് ആരും വിളിക്കരുത്, ശ്രദ്ധിച്ച്. ബ്രഹ്മ, നാരദ, ശിവ, 4 കുമാരന്മാർ, കപിലദേവൻ, സ്വയംഭൂമനു, പ്രഹ്ലാദൻ, ജനകൻ, ഭീഷ്മദേവൻ, മഹാബലി, സുഖദേവ ഗോസ്വാമി, യമധർമ്മദേവൻ. എന്റെ അത് മുഴുവൻ ശരിയാ.
ഹരിബോൾ. എനിക്ക് 12 11 ഉള്ളൂ. 10 ഏതാ എഴുതിയ എത്ര തെറ്റിപ്പോയത്? ഏതായിരുന്നു? 10 എഴുതി 10 ശരി പ്രഭു. അപ്പൊ എത്ര മാർക്കാ? ആരാ തന്നെ? ആരാ എനിക്ക് മാർക്ക് ഒരെണ്ണം തരുന്നത്? കിട്ടിയില്ല. എഴുതിയപ്പോ 11 വന്നോളൂ. ഒന്ന് 10 ശരി. ഇന്ദ്രന് പേര്. അച്ഛനത്തിന് എത്ര മാർക്കാ? അതെ. ഇന്ദ്രൻ വരില്ലല്ലോ. ഇല്ല ഇല്ല. ഇല്ല ഇല്ല. ഞാന് പ്രഹ്ലാദനെയും ശിവഭഗവാനെയും വിട്ടു. അതെയോ? ശിവഭഗവാനെ ഞാനും എഴുതിയില്ല. അതെ അല്ലേ. ഓക്കെ. 11 എഴുതി, 12 ആയിരുന്നു. ഇനി മഹാഭാരതം അനുസരിച്ചിട്ടുള്ള അഷ്ടവസ്തുക്കൾ ആരൊക്കെ? അഷ്ടവസ്തുക്കള് പല പുരാണങ്ങളിലും പല രീതിയിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മഹാഭാരതം അനുസരിച്ചിട്ട് പറയുമ്പോൾ ഉള്ള അഷ്ടവസ്തുക്കള് 8 പേര്. ഞാൻ പേര് വായിക്കാം. അനലൻ, ധരൻ, അനിലൻ, അഹസ്, പ്രത്യുഷൻ, പ്രഭാസൻ, സോമൻ, ധ്രുവൻ. ഒന്നുകൂടെ വായിക്കാം. ശ്രദ്ധിച്ച് കേട്ടോളൂ. 3 ശരി. 3 ശരി പ്രഭു. 3 ശരിയാണെങ്കിൽ കാര്യം. ഒന്നുകൂടെ വായിക്കാം. എഴുതാത്തവരോ അത് ശ്രദ്ധിക്കാത്തോ. കോപ്പി അടിച്ചതാണ്. അടുത്തതിൽ ഈ പേരൊക്കെ വന്നപ്പോ കോപ്പി അടിച്ചു. അടുത്തതിൽ അതുപോലെ പറഞ്ഞു. ഓക്കെ. അനലൻ, ധരൻ, അനിലൻ, അഹസ്, പ്രത്യുഷൻ, പ്രഭാസൻ, സോമൻ, ധ്രുവൻ. ഞാൻ 2 പേരെ എഴുതുള്ളൂ. അനലനും എഴുതി, ധ്രുവനും എഴുതി. പിന്നെ ഒന്ന് ഓർത്ത് പോലും ഇല്ല. അതെയല്ലേ, സാരമില്ല. നമുക്ക് ശരിയാക്കി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്താണ് ഗ്രൂപ്പില്. അപ്പൊ നിങ്ങൾ ആരും ഗ്രൂപ്പിൽ നോക്കുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. പ്രവാസനും എഴുതി, ധ്രുവനും എഴുതി. 2 എഴുതിയുള്ളൂ. ബാക്കി അതെയല്ലേ. കിട്ടിയില്ല. സോമനും ധ്രുവനും ധരനും എഴുതി. അത് അടുത്തത് താഴെ വീണ്ടും ഒന്നുകൂടെ അത് ആവർത്തിച്ചപ്പോ എഴുതി. ഇല്ല. അടുത്തത് ഒരു ഓപ്ഷൻ ഉള്ളതാണ്. ആരുടെ ശാപം മൂലമാണ് അഷ്ടവസ്തുക്കൾ ഭൂമിയിൽ പിറക്കാനിടയായത്? എ ദുർവാസാവ്, ബി വിശ്വാമിത്രൻ, സി ഇന്ദ്രൻ, ഡി വസിഷ്ഠൻ. 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 8ാമത്തേത് ഡി ആണ്, വസിഷ്ഠൻ. അടുത്ത 9ാമത്തെ അഷ്ടവസുവിൽ ആരാണ് ഭീഷ്മരായി പിറന്നത്? എ പ്രഭാസൻ, ബി സോമൻ, സി ധ്രുവൻ, ഡി ധരൻ. പ്രഭാസൻ. അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, ദ്യോ അല്ലെ. ദ്യോ എന്ന് പറയുന്ന പേരുമുണ്ട്. ഓക്കെ. അത് ഇത് രണ്ടിൽ ഏതെങ്കിലും എഴുതിയവർക്ക് ശരിയാണ് കേട്ടോ. പ്രഭാസൻ എന്നോ ദ്യോ എന്ന് എഴുതിയുള്ളൂ. ഇനി അടുത്തത് 10ാമത്തേത് ഭീഷ്മദേവരുടെ യഥാർത്ഥ നാമധേയം എന്തായിരുന്നു? ദേവവ്രതൻ. 11 ഭീഷ്മദേവരുടെ അച്ഛനും അമ്മയും ആരായിരുന്നു? ശന്തനു മഹാരാജാവും ഗംഗാദേവി. തിരിച്ചെഴുതിയാൽ തെറ്റിപ്പോയി. മാതാജി തിരിച്ചെഴുതി. ഗംഗാദേവി, അച്ഛൻ ഗംഗാദേവി, അമ്മ ശാന്തനു. അങ്ങനെ എങ്ങനെയാ ശരിയാണ്? മാതാജി കമ്പോസിഷൻ വേണ്ടി വരും. അത് അടുത്തത് 13 സത്യവതിയുടെ ആദ്യ പുത്രൻ ആരായിരുന്നു? 12 സോറി 12 ശന്തനു മഹാരാജ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു? മഹാഭിഷേക്. ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കാതെ മഹാ അഭിഷേക് എന്ന് പറയുന്ന രാജാവായിരുന്നു പൂർവ്വജന്മത്തിൽ. മഹാ അഭിഷേക്. ബ്രഹ്മദേവന്റെ അടുക്കല് യജ്ഞത്തിന് വിളിച്ചില്ലേ? ഗംഗാദേവിയും മഹാഭിഷേകം കൂടി യജ്ഞത്തിന് പോയപ്പോൾ ബ്രഹ്മദേവൻ ശപിച്ചിട്ടാണ് ഈ മഹാഭിഷേക അദ്ദേഹത്തിന് ഇതായിട്ട് പിറക്കേണ്ടി വന്നത്. അതായത് ശന്തനു മഹാരാജാവായിട്ട് ഭൂലോകത്തിൽ വന്നിട്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അപ്പം അടുത്തത് സത്യവതിയുടെ ആദ്യ പുത്രൻ ആരായിരുന്നു? 13ാമത്തെ ചോദ്യം. വേദവ്യാസ മുനിയാണ്. വേദവ്യാസ മുനി. അടുത്തത് 14 കൃഷ്ണദ്വൈപായന വ്യാസ മഹർഷിയുടെ പിതാവ് ആരായിരുന്നു? പരാശര മഹർഷി. 15 ഭീഷ്മദേവരുടെ ഗുരു ആരായിരുന്നു? പരശുരാമൻ. ഗംഗാദേവി വിളിച്ചോണ്ട് ഗുരുക്കന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോയല്ല. ഗംഗാദേവി അല്ല അഭ്യസിച്ചത്. പരശുരാമനാണ് അദ്ദേഹത്തിന്റെ ഗുരു. ദേവലോകത്ത് വെച്ച് ഒരുപാട് ഗുരുക്കന്മാരെ ഉണ്ടെങ്കിലും പരശുരാമനാണ്
ഒഫീഷ്യലായിട്ട് ദീക്ഷ കൊടുത്ത ഗുരു. ഈ അസ്ത്രവിദ്യകൾ മുഴുവൻ അമ്പന്റെ അച്ഛൻ പഠിപ്പിച്ചത് പരശുരാമനാണ്. അടുത്തത് 16-ാമത്തേത്, അംബ ആരുടെ മകളായി പുനരവതരിച്ചു? കാശിരാജാവിന്റെ ധ്രുവന്റെ ധ്രുപദന്റെ. ധ്രുപദ മകൻ കാശിരാജാവിന്റെ ധ്രുപദ അല്ല, മഹാരാജാവിന്റെ, ധ്രുപദന്റെ കാശിരാജാവിന്റെ അല്ല. ധ്രുപദ അതെ. മഹാരാജ. അംബ ശരിക്കും കാശി രാജാവിന്റെ മകളായിരുന്നു. പക്ഷെ പുനരവതരിച്ചത് അതെ ധ്രുപദ മഹാരാജ കാശിരാജാവിന്റെ മകളാ. ശിഖണ്ഡി ധ്രുപദ ശിഖണ്ഡി മഹാരാജാവിന്റെ മകളായി. അമ്പ ശിഖണ്ഡി ആയതല്ലേ പിന്നെ. ആ ധ്രുപദ മഹാരാജിയുടെ മഹാരാജാവിന്റെ ഉത്തരം തെറ്റാണ്. കാശി രാജാവ് എന്നാണെങ്കിൽ ഓക്കെ. ധ്രുപദ മഹാരാജാവാണ് ശരിയായിട്ട് കാശിരാജാവാ. ശിഖണ്ഡി. കാശിരാജാവ് അമ്പ അംബിക അംബാലിക. ഞാൻ അവിടെ പോയതാ കൊട്ടാരത്തിൽ. അപ്പൊ ആ 3 ചിത്രമുണ്ട് അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതെ. അതല്ല, പുനർജന്മം ശിഖണ്ഡിയായിട്ട് അം- അനുബന്ധന അംബയുടെ മല്ലിക അംബയുടെ മാതാ പുനർജന്മം. ശിഖണ്ഡിയായിട്ട് ആരുടെ പിന്നെ മകളായിട്ട് ജനിച്ചതെന്ന് ജനിച്ചതെന്നാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചത്. അമ്പയുടെ രണ്ടാമത്തെ ജന്മ ശിഖണ്ഡി. അമ്പയുടെ രണ്ടാമത്തെ ജന്മ ശിഖണ്ഡി. അത് ആരുടെ മകളായിട്ടാണ് ദ്രോണരെ ചോദ്യം? വധിക്കാൻ വേണ്ടിയിട്ട് ശിഖണ്ഡി എനിക്ക് പറഞ്ഞു. അല്ല, ഭീഷ്മരെ വധിക്കാൻ വേണ്ടിയിട്ട് അതെ, അത് ശിഖണ്ഡി ആരുടെ എനിക്ക് പറഞ്ഞു. മകളായിട്ടാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഉത്തരം, ധ്രുപദ മഹാരാജാവിന്റെ. ഓക്കെ. അതാ ശരി പക്ഷെ ഞാൻ കാശിന്ന് എഴുതിയത്. ആ ഓക്കെ. 17-ാമത്തേത്, കാശിരാജാവിന്റെ മോളല്ലേ അമ്പ. അമ്പ കാശിരാജാവിന്റെ മോള്. ശിഖണ്ഡി ധ്രുവരാജാവിന്റെ മോള്. എന്റെ ദൈവം, ഞാൻ മാതാജി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? മാതാജി പറഞ്ഞത് കൺഫ്യൂഷൻ. ശരിയാണ്. അംബ കാശി രാജാവിന്. ഇനി എല്ലാരും ഒന്ന് സംസാരിക്കാതിരിക്കോ ദയവ് ചെയ്ത്, പലരും സംസാരിക്കാതെ. അംബ കാശി രാജാവിന്റെ മകളാണ്, 100% ശരിയാണ്. 3 പുത്രിമാരുണ്ടായിരുന്നു. അംബ പുനരവതരിച്ചത് ആരുടെ മകളായിട്ടാണെന്നാണ് എന്റെ ചോദ്യം. അത് ധ്രുപദ മഹാരാജാവിന്റെ മകളായിട്ട്, ശിഖണ്ഡിയായിട്ട് അവതരിച്ചു. അതെ, ശിഖണ്ഡി ആയിട്ട്. അല്ലാതെ ഉം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. കൃഷ്ണൻ വലിച്ചെറിഞ്ഞ രഥചക്രം വീണ സ്ഥലം ഇന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? അത് ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയാണ്. ഹരിയാനയിലല്ലേ? അല്ല, ഏകചക്രം വെസ്റ്റ് ബംഗാൾ. ഏകചക്ര വെസ്റ്റ് ബംഗാൾ. ഏകചക്രം ഇതിനൊക്കെ എംപോസിഷൻ തരണം. ഞാൻ അവിടെ നിത്യാനന്ദ പ്രഭു ജനിച്ച സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ്. ഏകചക്ര എഴുതി ഹരിയാനയെന്ന് എഴുതി. ഏകചക്ര ബഗാസുരന്റെ സ്ഥലം അവിടെയല്ലേ ഇവര് വീട് പോയത്, ഒളിച്ചു താമസിക്കാൻ വേണ്ടി പോയത്. അല്ല, ഏകചക്ര പന്ത്രണ്ട് വെസ്റ്റ് ബംഗാൾ. നിത്യാനന്ദ പ്രഭു ഏകചക്ര അവിടെയാണ് അവതരിച്ചത്, ഏകചക്രായി. രണ്ടും എഴുതിയില്ല. അടുത്തത്, ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിന്റെയും അമ്മമാർ യഥാക്രമം ആരൊക്കെയായിരുന്നു? യഥാക്രമം തിരിഞ്ഞ് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ അവർ തെറ്റായിരിക്കും കേട്ടോ. അതിന്റെ ഓർഡറിൽ തന്നെ ധൃതരാഷ്ട്രയുടെ അമ്മ ആരാണ്? അംബിക അംബിക അംബാലിക. അംബികയെ അംബാലികയെ. അംബിക അംബാലിക. ആ. അടുത്തത്, ഭീഷ്മദേവർക്ക് ഇച്ഛാമൃത്യു വരദാനമായി കൊടുത്തത് ആരാണ്? ശാന്തനു രാജാവ്. ശാന്തനു മഹാരാജ്. ശാന്തനു മഹാരാജാവ്. അടുത്തത് ചോദ്യം, കാർത്തിക ദാമോദരൻ മാസത്തിൽ ലീല. ഏറ്റവും കാർത്തിക മാസത്തിൽ നടന്ന ഏറ്റവും ദാമോദരൻ ലീല. 5 ലീലകൾ. ദാമോദരൻ ലീല. ഓ, ഭയങ്കര ബഹളാണല്ലോ, കലവിലാണ്. ഇത് യൂട്യൂബിൽ കേൾക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 3 ശരിയുള്ളൂ. നരകാസുരവധം അവർ എഴുതി. എക്സിറ്റ് ആയിട്ട് ഓടിപ്പോകും. ഞാനത് വായിക്കാം, ഉത്തരം ഞാൻ തന്നെ വായിക്കാം. എല്ലാവരും കൂടെ വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മ്യൂട്ടായിട്ടിരിക്കുക. ഗോവർദ്ധന ലീല അപ്പം എഴുതി. ഞാൻ എഴുതിയ 5 ലീലകൾ, ഒരുപാട് ലീലകൾ കാണും. അപ്പൊ അതില് ദാമോദർ ലീല, ഗോവർദ്ധൻ ലീല, രാസലീല, നരകാസുര വധം, പാലാഴി മദനം, തുളസി സാളിഗ്രാമ വിവാഹം, ഭീഷ്മ പഞ്ചകം, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ ഇതിലെ നിങ്ങൾ ഏതെങ്കിലും 5 എഴുതിയാൽ ശരിയാണ്. ദാമോദർ ലീല, ഞാൻ 3 ഗോവർദ്ധൻ ലീല, രാസലീല, നരകാസുരവധം, പാലാഴി മദനം, തുളസി സാളിഗ്രാമ വിവാഹം, പിന്നെ ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് തിരിച്ചു വന്ന ലീല, അങ്ങനെ അതിലെ ഏതെങ്കിലും 5 എഴുതിയാൽ ശരിയാണ് ഈ പറഞ്ഞതിലെ. 3 എഴുതിയുള്ളൂ. 4 ആണെങ്കിലോ പ്രഭു? 4 എഴുതിയത് അരമാർക്ക്. 3 എഴുതി. 3 എഴുതിയാൽ അരമാർക്ക്. 1 എഴുതിയില്ല. 0. കാളിയമർദ്ദന ലീല ഈ ദാമോദര മാസത്തിലല്ലേ എപ്പോഴും? അല്ല,
വസ്ത്രാപഹരണം അല്ല. ഗോപി പ്രഭു രാസലീല നടന്നത് ഈ മാസം. ഗോപി വസ്ത്രാപഹരണലീല ഈ മാസം അല്ല. രാസക്രീഡ, വർദ്ധനം, തുളസി വിവാഹം, ആ ദാമോദര. ഓക്കെ. അടുത്തത് ദാമോദര ലീല എഴുതി, ഗോവർദ്ധന ലീല എഴുതി. ഞാൻ രാധാദേവി ജനിച്ചതുകൊണ്ടിരിക്കുന്നത്. അര മാർക്ക് 21. ഹരീഷ്ണ പ്രഭു 4 എഴുതിയിട്ടുണ്ട്. 4 ഹരീഷ്ണ പ്രഭു. 4 എഴുതിയാൽ അര മാർക്ക്. അല്ല, അടുത്തത് 21ാമത്തെ ചോദ്യം. വൃന്ദാദേവിയുടെ പിതാവിന്റെ നാമധേയം കാലനേമി. കാലനേമി. 22 വൃന്ദാദേവിയുടെ ഭർത്താവിന്റെ നാമധേയം ജലന്ധരൻ. ജലന്ധരൻ. 23 ജലന്ധരന്റെ പിതാവ് ആരാണ്? ആരാണ്? എഴുതിയില്ല. മഹാദേവൻ. മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നാണ് ജലന്ധരൻ. ആ തൃക്കണ്ണിൽ നിന്നുണ്ടായ കോപത്തെ മഹാദേവൻ സമുദ്രത്തിലേക്ക് വിട്ടു, അഗ്നിയെ. അപ്പൊ അവിടെ വെച്ചിട്ട് ആ കോപത്തിൽ നിന്ന് അസുരനാണ് ജനിച്ചത്. അതാണ് ജലന്ധരൻ. ജലന്ധരനെ വധിച്ചത് ആരാണ്? അതും മഹാദേവൻ തന്നെയാണ്. പിതാവ് തന്നെയാണ് പുത്രനെ വധിച്ചത്. ജലന്ധരനെ വധിച്ചത് മഹാദേവൻ തന്നെയാണ്. അടുത്ത 25 വൃന്ദാദേവി ശാപത്താൽ ഏത് നദിയായി മാറി? അത് ഗണ്ഡകിയാണോ? ഗണ്ഡകി നദി. അത് ഇപ്പോൾ എവിടെയാണ്? ഏത് സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്? നേപ്പാളാണോ? നേപ്പാൾ. ആരാണ് വൃന്ദാദേവിയെ ശപിച്ചത്? ഭഗവാനോ? ലക്ഷ്മി ദേവി. അത് മാത്രം തെറ്റി. സാരമില്ല, പോട്ടെ. 26ാമത്തേത് ഭഗവാൻ വിഷ്ണു വൃന്ദാദേവിയുടെ ശാപത്താൽ ആരായി മാറി? സാളഗ്രാമം. സാളിഗ്രാമം അല്ലെങ്കിൽ സാളിശിലയായിട്ട് മാറി. 27 ദാമോദരലിൽ ശാപമോക്ഷം കിട്ടിയ കുബേരപുത്രന്മാരുടെ പേര്? നളകുബരന്മാർ. നളകുബേരനും മണിഗ്രീവനും അല്ലേ? അപ്പൊ അങ്ങനെ 27. ഇനി 28 ഗോകുലാങ്കണത്തിൽ ശാപത്താൽ ജനിച്ച വൃക്ഷങ്ങളുടെ പേര്? കടമ്പാണോ? യമളാർജുന വൃക്ഷങ്ങൾ. യമളാർജുന വൃക്ഷങ്ങൾ. മാതാജിക്ക് എംബോസിഷൻ. ഞാനിപ്പത് 3ാമത്തെ ദാമോദരലിയിലാ പറയുന്നത്. 3ാമത്തെ വർഷം. ശരിയ പേര് ഞാനന്നേരം മരുതുമരം എന്ന് പറഞ്ഞു. അതെയോ? ഗോവർദ്ധന ലീലയിൽ ഇന്ദ്രൻ വിളിച്ചു വരുത്തിയ മേഘങ്ങളുടെ പേര്? സംവർത്തക മേഘങ്ങൾ. മഹാപ്രളയം സൃഷ്ടിച്ച മേഘങ്ങൾ സംവർത്തക മേഘങ്ങൾ. ശരിയാ. അടുത്തത് സുരഭി പശു ഭഗവാൻ ഗോവിന്ദാഭിഷേകം നടത്തിയ സ്ഥലം? മുഖാരവിന്ദാണ്. മുഖാരവിന്ദാണ്. ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്ന ഉത്തരം തെറ്റാണ്. ഞാൻ ഗോമുഖം എന്നാണ് എഴുതിയിരിക്കുന്നത്. മുഖാരവിന്ദാണ് ശരിയാണ്. മുഖാരവിന്ദല്ലേ? മുഖാരവിന്ദാണ്. ഓക്കെ. അപ്പൊ ഈ 30 ചോദ്യങ്ങളില് ഞാൻ എല്ലാം തെറ്റാണ്. അപ്പൊ 30 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ ചില ചോദ്യങ്ങൾക്കൊക്കെ ഒരുപാട് ആൻസറുകൾ ഉണ്ടായിരുന്നു. 12 മഹാജനങ്ങളിൽ 12 ഉത്തരം. പിന്നെ ശംഖിന്റെ ഒരു 5-8 ഉണ്ടായിരുന്നു. പിന്നെ അഷ്ടവസ്തുക്കൾ ഉണ്ടായിരുന്നു. ഭഗവാന്റെ ലീലകൾ 5 ലീലകൾ, പ്രധാനപ്പെട്ട 5 ലീലകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഉത്തരങ്ങളൊക്കെ വളരെ വലുതായിരുന്നു. എന്നിരുന്നാൽ കൂടി പേര് പറഞ്ഞു. ശംഖിന്റെ ഒക്കെ പേരും കൂടുതലല്ലായിരുന്നു. 5 പേരുടെയും ശംഖ് ഓരോന്നൊക്കെ. ഭഗവാന്റെ 5 ആയുധങ്ങൾ. അങ്ങനെയുള്ള 10 മഹാജനങ്ങളില് 12-ല് 10 എഴുതിയാലും അര മാർക്കേ ഉള്ളൂ പ്രഭു. മാതാജി 1 മാർക്ക് തരാൻ പറ്റില്ലല്ലോ. പിന്നെ 3/4 മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ കൂട്ടാൻ ബുദ്ധിമുട്ടല്ലേ? കൃഷ്ണ ഭഗവാന് നിങ്ങൾക്ക് ഇത്ര തിരിഞ്ഞു പോയതിന് മാർക്ക് കിട്ടുമോ പ്രഭു? എല്ലാ ക്വസ്റ്റിനും ഓരോ മാർക്കാണോ? തിരിഞ്ഞു പോകാൻ കിട്ടുമോ? ഓരോ ഗംഗാദേവി ക്വസ്റ്റിനും ഓരോ മാർക്കാണ്. ഓരോ ക്വസ്റ്റിനും ഓരോ എല്ലാ മാർക്കാണ്. ചോദ്യത്തിനും ഒരു മാർക്ക് വീതമാണ്. എല്ലാ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ്. 1 മാർക്കാണ്.
അപ്പൊ 1, 2, 3, 4, 5, അപ്പം ഞാൻ ഇനി അടുത്ത നിങ്ങളൊന്ന് കൂട്ടി വെച്ചോ മാർക്ക്. ഞാൻ വിളിക്കാൻ പോവാണ്. 10, 11, 12, 13, 13, 14, 15, 16, 17, 18, 19, 20, 20 കൂട്ടി. ഇന്ന് വളരെ പരിതാപകരമാകുമെന്ന് തോന്നുന്നു പലരുടെ അവസ്ഥ. അപ്പൊ നമ്മള് 30-ൽ 30 ഉള്ള എത്ര പേരുണ്ട്? പ്രതീക്ഷയില്ല. അത് കാരണം ഞാൻ ഇനി അതിലേക്ക് പോകുന്നില്ല. 29. ഓരോരുത്തരുടെ പേര് പറഞ്ഞു. അല്ലേ ഞാൻ ഓരോരുത്തരെയും വിളിക്കാം, അതായിരിക്കും നല്ലത്. രതി ദേവി മാതാജി, മാതാജി മൈക്ക് വേണ്ടാക്ക. 19. ഹരി ഹരി ബോൾ. 19. ഈ വലിയ ക്വസ്റ്റ്യനിൽ എല്ലാം 2, 3 ഒക്കെ അങ്ങ് വിട്ടുപോയി. അതൊന്നും വിട്ടുപോയല്ലേ? കിട്ടിയില്ല. ഓക്കെ, അറിയില്ല. ഞാൻ അബിയ മാതാജി. 20 ഉണ്ട് പ്രഭു. പക്ഷെ ഞാന് പിന്നെ ഗംഗാദേവി ശാന്തനു എന്നുള്ള ഒന്നായിട്ട് കൂട്ടി. അത് കൂട്ടണോ അതോ 20 ശാന്തനു 20 ഗംഗാദേവി ശരിയാണ്. എന്നായിരുന്നു. പിതാവും ആ മാതാവും ആരാണെന്നാ ചോദിച്ചത്. അതെ അത് ശാന്തനു ഗംഗാദേവി ശാന്തനു എന്നായിരുന്നു. ആ അതിന് മാർക്ക് ഉണ്ടെങ്കിൽ ആ അത് മാർക്ക് ഉണ്ടെങ്കിൽ എന്തോ കുഴപ്പമില്ല. രണ്ടുപേരുടെയും പേര് തിരിച്ചു അപ്പൊ പോയാലും അപ്പൊ 20 മാർക്കുണ്ട്. ഹരിബോൾ. 20 എണ്ണം അടുത്തത് ശരിയുണ്ട്. മല്ലിക മാതാജി, മൈക്ക് ഓൺ ആക്കിയിട്ട് പറയും. മാതാജി കൂട്ടിയില്ലാന്ന് തോന്നുന്നു അല്ലേ? മാതാജി മൈക്ക് ഓൺ ആക്കൂ. 23 പ്രഭുജി. 23. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഇത്രയും ഉണ്ടല്ലോ. അത്രയുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഗീതാ മാതാജി. 22. 22. ഹരിബോൾ. രാധിക മാതാജി. 20. ഹരിബോൾ. മാധവി രാധാ കഴിഞ്ഞ മാതാജി. പ്രാവശ്യം ഞങ്ങളൊക്കെ ഒരുപോലെ ആയിരുന്നു. അതെ അല്ലേ? മാധവി രാധാ ഏറ്റവും മാതാജി, വലിയ ഞാൻ മൈക്ക് ഓൺ ആക്കൂ. 18. 18. ഹരിബോൾ. ശാന്തകുമാരി മാതാജി. 18.5. ഹരിബോൾ. ഭാരതി മാതാജി. 16. 16. ഹരിബോൾ. ലൈല മാതാജി. എനിക്ക് മാർക്കൊന്നും ഇല്ല പ്രഭുജി. ആദ്യത്തെ ചോദ്യം മാത്രം ശരി. അതെയോ? സാറിയില്ല മാതാജി, ഇനി നമുക്ക് ശരിയാക്കാം. കൃഷ്ണകുമാരി മാതാജി. മാതാജിയെ കണ്ടില്ലല്ലോ. കൃഷ്ണകുമാരി മാതാജി. എടുത്തില്ല. ഞാൻ 5:45 ഞാൻ പ്രശ്നോത്തരിയുടെ ഇത് കണ്ടത് തന്നെ. ഒന്നുമില്ല, 9 ശരിയാവുള്ളൂ. ഓക്കെ മാതാജി. ഹരിബോൾ. ഹരേ കൃഷ്ണ. വിലാസിനി മാതാജി. അയ്യോ എന്റെ പ്രഭു ഞാനൊന്ന് പോവാ. എനിക്ക് പേടിയാ പിന്നെ അങ്ങോട്ട് പോവാൻ. 14 ശരിയായി. 14 അല്ലേ? കുറച്ചു നേരം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഇനി എഴുന്നേക്കേണ്ടി വന്നു. അപ്പൊ കുറച്ചൊക്കെ ഞാനെന്താ വിട്ടുപോയി. പോട്ടെ. അതെയോ? കുഴപ്പമില്ല. ഹരേ 14. കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് രമ മാതാജി. പ്രഭുജി, ഞാൻ കുറെ നാൾ കൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അമ്മയ്ക്ക് സുഖമില്ലാതെ അമ്മ ഇപ്പൊ ഒന്ന് തുറന്ന്, അത് കാരണം ഞാനൊന്നും ചെയ്തില്ല. അപ്പൊ എല്ലാം ക്വസ്റ്റ്യനും ആൻസർ എഴുതിയെടുത്തിപ്പോ. ദൈവം സഹായിക്കുവാണെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് എന്ന് റെഗുലർ ആയിട്ട് കയറാം പ്രഭുജി. ഓക്കെ, കുഴപ്പമില്ല മാതാജി. അമ്മയ്ക്ക് ഇപ്പൊ സുഖായോ? അമ്മയ്ക്ക് സുഖമായി, എന്നാലും ക്ഷീണമാ. അതെയോ? ICUലൊക്കെ ആയിരുന്നു. ഇനിയിപ്പോ നാളെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അത് കാരണം എനിക്ക് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല പ്രഭുജി. ഓക്കെ. അല്ലെങ്കിൽ യൂട്യൂബിലെങ്കിലൊക്കെ കേൾക്കാനായിട്ട് നോക്കുക, ശ്രമിക്കുക. എപ്പോഴും നോക്കാൻ ശ്രമിക്കുന്നു. പൊന്നമ്മ മാതാജി, ലാസ്റ്റ് കാൻഡിഡേറ്റ്. എനിക്കും കുറവ് മതി. 10 ഉള്ളൂ. ഞാനും എനിക്ക് ക്ലാസ്സിലൊന്നും അങ്ങനെ കയറാൻ പറ്റാറില്ലല്ലോ. ഞാൻ ഓർമ്മ വെച്ചെഴുതി 10. ഓക്കെ, കുഴപ്പമില്ല. ഞാനും ആദ്യം 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞായിരുന്നു. 5 ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ലായിരുന്നു. ഓക്കെ. ഒടുവിലത്തെ എല്ലാം എഴുതിയ. അപ്പം നമുക്ക് എന്താണ്, സ്വല്പം അല്പസി ധർമ്മസ്യ. നമ്മളപ്പം കിട്ടിയതൊക്കെ നമ്മൾ സന്തോഷിക്കുക.
അപ്പൊ എല്ലാവരും നമ്മൾ ഇതിൽ കൂടെ മനസ്സിലാക്കുന്നത് നമ്മളിത് ആധികാരികമായിട്ട് ഞാൻ നേരത്തെ പഠിക്കുന്ന എല്ലാവർക്കും ഇത് നിങ്ങൾക്കൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാവരെയും വിളിക്കുമായിരുന്നു. അത് ഞാൻ വിളിക്കാതെ കാര്യം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ പിന്നീട് അങ്ങ് വിളിക്കാതെയായി. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോരുത്തർക്ക് അത് അവസരം ഇങ്ങനെ തരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളാരും അതിലേക്ക് ഇങ്ങനെ വരുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കേട്ടിരിക്കാനാണ് താല്പര്യം തോന്നി. അപ്പൊ അങ്ങനെ പോവാണ്. പക്ഷെ ആർക്കെങ്കിലും എപ്പോഴേലും അങ്ങനെ ക്ലാസ് എടുക്കണം എന്നൊരു ആഗ്രഹം തോന്നുമോ, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവര് എന്നോട് കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ അതിനുള്ള അവസരം തരാം. അപ്പൊ ഭഗവത്ഗീത നമ്മൾ ഭക്തിവർഷം 64 ക്ലാസ്, നമ്മൾ മറ്റുള്ള സത്സംഗം പോലെയല്ല, ഭക്തിവർഷം 64 ക്ലാസ് കഴിഞ്ഞു. അതിൻ്റെ അകത്ത് എല്ലാ വ്യൂഹ പ്രോഗ്രാമും സെമിനാറും നടത്തി. അത് ഉയർന്ന വൈഷ്ണവരെ കൊണ്ടുവന്നിട്ടാണ് അതെല്ലാം നടത്തിയത്. പിന്നെ നമ്മൾ നാട്ടിൽ വെച്ചിട്ട് ഭഗവത്ഗീതയുടെ ഇനാഗുറേഷൻ നടത്തി. അത് വളരെ വലിയ വൈഷ്ണവരെന്ന് പറഞ്ഞാൽ അത്രയും വൈഷ്ണവരെ ഇപ്പൊ കിട്ടാനില്ല. മാലിനി മാതാജിയെ പോലെയുള്ള, സുകൃതി പ്രഭുവിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി നമ്മൾ ഇനാഗുറേഷൻ നടത്തി. പിന്നെ ഭഗവത്ഗീതയുടെ 3 ഇൻട്രഡക്ഷൻ ക്ലാസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒറ്റ പരിപാടി പോലും വിടാറില്ല അല്ലേ. ഏത് ഭഗവാന്റെ ലീലകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം സെലിബ്രേറ്റ് ചെയ്യും. രഥയാത്രയാണെങ്കിൽ രഥയാത്ര, അതുപോലെ നമ്മളിപ്പോ തുളസി കല്യാണം വരെ നടത്തി. അതുപോലെ ദാമോദര ലീല, അങ്ങനെ ഈ 4 ക്ലാസ്സിൽ നമ്മൾ ദാമോദര ആരതി ചെയ്തു. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിലാണ് പോകുന്നത്. സാധാരണ സത്സംഗം പോലെയുള്ള നിങ്ങളെല്ലാവരെയും അതിൽ ഞാൻ പങ്കെടുപ്പിച്ചിട്ടാണ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു പാർട്ടിസിപ്പേഷൻ കൂടുതലായിട്ട് ഉൾക്കൊണ്ട് നിങ്ങളും ഞാൻ എന്തെങ്കിലും സേവയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരണം. കാര്യം ഇതെല്ലാം ഞാനിത് കാണാപ്പാഠം പഠിച്ചിട്ടാണോ ഞാൻ ഇതിന് കുത്തിയിരുന്ന് ഞാൻ ഈ ക്ലാസ്സിന്റെ സമയത്ത് ഇത് മാത്രം എനിക്ക് അങ്ങനെ ക്ലാസ്സിന്റെ സമയത്ത് പറയാൻ പറ്റത്തില്ല. അത് ഞാൻ ഇന്നലെയാണ് ഓഫീസിൽ ഇരുന്ന് എഴുതിയതാണത്. അപ്പം എൻ്റെ ആ ഒരു അക്ഷരപിശാചൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകും ഞാൻ എന്തൊക്കെയോ മലയാളം എന്തൊക്കെയോ കാണിച്ചു വെച്ചു. പക്ഷേ പ്രഭു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രഭുവിനെ വല്ല എക്സാമിനർ ആക്കാനേ കൊള്ളത്തുള്ളൂ. എക്സാമിനർ അതുപോലെ സെലക്ട് ചെയ്ത് എഴുതുന്നത്. അപ്പം അല്ല, അത്രയും നല്ല ഇതാ. കാരണം എങ്ങനെ ചകഞ്ഞെടുത്തു വിടുന്നില്ല. എക്സാമിനർ ആക്കാനും കൊള്ളാം എന്ന് തിരുത്തണ്ടേ. എക്സാമിനർ ആക്കാനേ കൊള്ളത്തുന്നുള്ളതല്ല, എക്സാമിനർ അല്ല, അത് ആക്കാനും ശരിയാ. അത് ശരിയാ. സോറി പ്രഭു. അതിനും കൊള്ളാമെന്നാ പറഞ്ഞത്. എല്ലാത്തിനും കൊള്ളാം, അതിനും കൊള്ളാം. സോറി. അപ്പൊ ചിലപ്പോ ഒരു പക്ഷെ എന്നോട് ആരൊക്കെയോ പറഞ്ഞു, കുറെ മാതാജിമാരെ വെച്ചുകൊണ്ട് ഈ പ്രഭു എന്താ പറയുന്നത്, അവരെ കൊണ്ടൊക്കെ എംബോസിഷൻ ഇടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് 2-3 പേരെന്നോട് വിമർശിച്ചു. അത് വിമർശിച്ചു എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, അവരെന്നെ ഒന്ന് അപ്പോഴവര് പഠിക്കും. ഞങ്ങളെല്ലാം പഠിക്കും. അന്നേരം എഴുതിയാൽ ഞങ്ങൾ പഠിക്കും. അപ്പൊ താല്പര്യം പ്രഭു കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നൊക്കെ എന്നോട് ചോദിച്ചു. 1-2 പേര് എന്നോട് ചോദിച്ചു. അപ്പൊ അപ്പം എനിക്ക് ഇതിന് ഭഗവാൻ അവസരം തന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നല്ല പരീക്ഷയാണ്. നമുക്കത് ഓർക്കാൻ പറ്റിയില്ലേ. എല്ലാം എഴുതാം, പക്ഷെ ചിലതൊക്കെ അങ്ങ് മറന്നു പോവുക. ഓർമ്മയിൽ എഴുതാൻ ഉണ്ട്, പക്ഷെ അത് വന്നില്ല സമയത്ത്. എനിക്ക് എല്ലാം അറിയാവുന്നതായി. എനിക്ക് ചിലപ്പോൾ ചിരിയൊക്കെ വരാറുണ്ട്. കാര്യം ഞാൻ നാട്ടില് എന്താ പറയുന്നത്, ട്യൂഷനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വീട്ടില് അത്രയും ഞാൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ആ സമയം വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന. അത് കഴിഞ്ഞ് പിന്നെ നിർത്തിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ വിദേശത്തേക്ക് ജോലിക്കൊക്കെ വന്ന് നാട്ടിലൊക്കെ ജോലിക്ക് വന്ന് പിന്നെ അതൊന്നും ഇല്ലായിരുന്നു, അതെല്ലാം നിർത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഭൗതികമായിട്ടുള്ള ട്യൂഷനല്ല, ആത്മീയമായിട്ടുള്ള ട്യൂഷനാണ് ഇപ്പം നടത്തുന്നത്. ഹരിബോൾ, ഹരേ അതിന്റെ കൃഷ്ണ. ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞ. അല്ല, അതെ, ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. എന്തോ മുൻജന്മത്തുള്ളതാ ഈ പഠിപ്പിക്കുന്നത്. അതായിരിക്കാം എന്തായാലും. അല്ല, ആ ഒരു ടീച്ചിങ് മെന്റാലിറ്റി ഉണ്ട്. ടീച്ചിങ് മെന്റാലിറ്റി ഉള്ളിലുണ്ട്. അതാണ് അതെങ്ങനെയാ ഉണ്ടെന്ന് തോന്നുന്നു. പഠിപ്പിക്കാനുള്ള ഒരു കഴിവ് എനിക്കും എന്റെ സിസ്റ്റർക്കും. പിന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. ഞാൻ ഈ കൃഷ്ണാബോധത്തിലേക്ക് വന്നിട്ട് പഠിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണെന്നൊക്കെ വിചാരിക്കുക. അതൊക്കെ ഈ പറയുന്ന പഞ്ചായത്ത് സ്തോത്രം അടക്കം, വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ഇതെല്ലാം ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ പഠിച്ച കാര്യങ്ങൾ. രാമായണം, ഇതൊക്കെ ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന എഞ്ചിനീയറിങ്ങിനെ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്ത സംഭവങ്ങളാണ് ഇതെല്ലാം. ഇപ്പോഴായിട്ട് ഞാൻ പഠിച്ചത് നമ്മളുടെ ഈ സംസാരജാവ ഇതിലേക്ക് വന്നു കഴിഞ്ഞ നരസിംഹ കവചം, പിന്നെ നരസിംഹ ആരതി, തുളസി കീർത്തനം, ഇതൊക്കെയാണ് ഞാൻ കൃഷ്ണാബോധത്തിലേക്ക് വന്ന് പഠിച്ചിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ. മറ്റേതെല്ലാം തന്നെ ഞാൻ
എൻ്റെ ചില ചെറുപ്പകാലങ്ങളിൽ പഠിച്ചു പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഓർമ്മ. ഈ ഇപ്പം മറന്നു പഠിക്കുന്നതൊക്കെ പോകത്തില്ല. തന്നെ മറന്നു പോകുന്ന സംഭവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പ്രായമായി, അതുകൊണ്ട് അതിനനുസരിച്ച് ഓർമ്മ കിട്ടുന്നുമില്ല. അങ്ങനെ വരുവാണ്. നിങ്ങളൊക്കെ പറയുന്ന പോലെ ആ ഓർമ്മയുടെ വിഷയമുണ്ട് എനിക്ക്. ഞങ്ങളുടെയൊക്കെ പകുതി പ്രായമല്ലേ ഉള്ളൂ, അതാണ് പ്രായമായത്. പകുതി പ്രായം എന്നല്ല മാതാജി. മാതാജിക്ക് ഇപ്പൊ 100 വയസ്സായോ? 100 അല്ല, ഒരു 18 വയസ്സ് 15 വയസ്സിനോടകം പഠിക്കുന്ന ഓർമ്മ എന്നും നിലനിൽക്കും. അത് അത് കഴിഞ്ഞുള്ളത് ഇടയ്ക്ക് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ആ, അതാ ഞാൻ ഈ രാമായണമൊക്കെ എൻ്റെ ചെറുപ്പത്തിലിരുന്ന് എൻ്റെ കുടുംബക്ഷേത്രത്തിലൊക്കെ ഇരുന്ന് വായിച്ച് അങ്ങനെ പോകുന്ന ഒരു രീതിയായിരുന്നു. പിന്നെ വീട്ടിലെല്ലാ പ്രാവശ്യവും കർക്കിടക മാസത്തിന് അത് ഫുള്ളിരുന്ന് വായിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ ഞാൻ സാധാരണ രീതിയിലുള്ള ആൾക്കാർ വായിക്കുന്നതിൽ ഞാനൊരു വ്യത്യസ്തമായിട്ട് രീതി കണ്ടു. ഞാൻ അതിൻ്റെ അകത്ത് സോൾ അങ്ങ് കൊടുത്തു. സോൾ കൊടുക്കുമ്പോൾ ആ ലൈൻസിലേക്കായി എൻ്റെ ശ്രദ്ധ. ആ ലൈൻസിൻ്റെ ആ വരികളിലേക്ക് നമുക്ക് ഹൃദയത്തിലേക്ക് ആ വരികൾ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും ചില വരികളൊക്കെ നമ്മളെ ഉടക്കും. അപ്പം നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ കണ്ണിൽ കൂടെ വെള്ളം അങ്ങ് വരും. ചില വരികളിൽ കൂടെ അങ്ങ് പോകുമ്പോൾ ചില ഭാഗങ്ങൾ വായിക്കുമ്പോഴത്തേക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ സോള് ഉള്ളിലേക്ക് കൊടുത്തിട്ട് വായിക്കുമ്പം നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ചില ഭാവങ്ങൾ ഉണ്ടാകും. അപ്പൊ അപ്പൊ അങ്ങനെ നിങ്ങൾ വായിച്ചു, വെറുതെ വായിക്കുക, ഒരു വഴിപാട് എന്നുള്ള രീതിയിൽ രാമായണം വായിക്കുമ്പം അങ്ങനെ ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. രാമായണം വായിക്കും. രാമായണം വായിക്കുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ അറിയാതെ സംഭവിച്ച വരികളിലേക്ക് നമ്മൾ ആത്മാവിനെ അങ്ങോട്ട് കൊടുത്തു നോക്കിക്കേ. പ്രഭു, ഞാൻ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോയ ഒരു സംഭവം ഉണ്ട് പ്രഭു. ഞങ്ങള് ഗുരുവായൂര് പോയി, പിന്നെ ഇത് ചൊല്ലി, എന്തായിരുന്നു മാതാജി, മറന്നുപോയി അത്. അഷ്ടപതിയോ? അഷ്ടപതി ചൊല്ലി. ആ കുറച്ച് 2-3 കീർത്തനം ചൊല്ലിയപ്പം അറിയാതെ അങ്ങ് കരഞ്ഞു പോയി. അതുപോലായിരുന്നു അവരുടെ കീർത്തനവും. നമ്മളങ്ങ് അതിനകത്ത് ഇൻവോൾവ് ആയിപ്പോയി. അതെ, എന്ന് പറഞ്ഞ പോലെ നമ്മള് രാമായണത്തിലെ ഭഗവാനെ സ്തുതിക്കുന്ന ഓരോതില്ലേ, ഭഗവാനെ ഓരോരുത്തരുടെ സ്തുതി വായിക്കുമ്പോഴാണ് കൂടുതൽ ആ ഒരു സ്തുതി വായിക്കുന്ന സമയത്താണ് നമുക്ക് ഇത് കൂടുതലും വരുന്നത്. അപ്പൊ അങ്ങനത്തെ ആ ഒരു രീതിയിൽ എനിക്ക് ആ ഒരു സമയത്തെ പ്രാക്ടീസ് കൊണ്ടായിരിക്കാം ഭഗവാൻ എന്നെ ഈ കൃഷ്ണാഭോഗത്തിലേക്ക് തന്നെ കൊണ്ടുവന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നമ്മൾ വിഷ്ണു സഹസ്രനാമവും അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് ഞാൻ കാണാതെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആ സമയത്തൊക്കെ ഞാൻ വ്രതങ്ങൾ എടുക്കുമായിരുന്നു, പല വ്രതങ്ങൾ. ഓരോ ദിവസവും ഓരോ വ്രതങ്ങളാണ്, ഓരോ ദേവന്റെ വ്രതം, ആ ദേവന്റെ മന്ത്രവും. അങ്ങനെ ഏതൊക്കെ ദേവന്മാരുണ്ടോ അവരുടെ എല്ലാം മന്ത്രവും എനിക്ക് അറിയാമായിരുന്നു, കാണാതെ അറിയാമായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ബൈഹാർട്ട് ആക്കുമായിരുന്നു. കാര്യം എൻ്റെ മുത്തച്ഛൻ, അമ്മയുടെ അച്ഛൻ ഒരു വലിയ ജ്യോത്സ്യനായിരുന്നു, വലിയ ജ്യോത്സ്യ പണ്ഡിതനായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെയൊക്കെ ശ്ലോകം ചെല്ലുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പലതവണ. പക്ഷെ ഒന്നും പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. ഭയങ്കര വൈദ്യനുമായിരുന്നു. പക്ഷെ ഇതൊന്നും ആർക്കും പറഞ്ഞു കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു ഓലക്കെട്ടുകളൊക്കെ തറവാട്ടിലിരുന്ന് ചെതലെടുത്ത് മുഴുവൻ നശിച്ചു പോയി. ഒരാൾക്കും പറഞ്ഞു കൊടുത്തുമില്ല. പലതവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്, മുത്തച്ഛ ഒന്ന് പറഞ്ഞു തരുമോ, കൈ നോക്കാനിട്ട് എങ്ങനെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാ ഇത്. പക്ഷെ പറഞ്ഞതിൽ നീ നിന്റെ അച്ഛനോട് ദക്ഷിണ വെക്കാൻ പറയൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി വിടുമായിരുന്നു അദ്ദേഹം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോയി എന്ത് ചെയ്തു, ജ്യോതിഷം പഠിക്കാനായിട്ട് ചേർന്നു. അങ്ങനെ ജ്യോതിഷം 2 വർഷം പഠിച്ചു. ജ്യോതിഷം പഠിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഞാൻ എല്ലാ ദിവസവും ഓരോ വ്രതം എടുക്കുമായിരുന്നു. അന്ന് എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഓരോ പ്രശ്നങ്ങളായിരുന്നു. പ്രതിസന്ധികൾ ഇങ്ങനെ വരാത്ത ദിവസങ്ങളില്ല. പ്രതിസന്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, എത്ര പ്രാവശ്യം കയറെടുക്കേണ്ടി വന്ന അവസ്ഥകൾ ഉണ്ടായെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അത്രയും വലിയ പ്രശ്നങ്ങൾ, നാട് വിട്ടു പോകേണ്ടി വന്നു. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ച സമയത്ത് ഈ വ്രതങ്ങളെല്ലാം എടുത്തിട്ട് ഒന്നും ഒരു മാറ്റവും ഇല്ല. ഒരു കാര്യത്തിന് ഇത്രയും വ്രതങ്ങൾ, ഞാൻ ആ ഓരോ ദിവസം ഓരോ ഗ്രഹങ്ങളുടെ ഡ്രസ്സ് വരെ, കളറുള്ള ഡ്രസ്സ് വരെ ധരിക്കണം. അതിന് കഴിക്കേണ്ട ധാന്യങ്ങളുണ്ടല്ലേ. സൂര്യൻ 1, നമ സൂര്യായ സോമായ മംഗളായ ബുധായ ശുക്ര ശനിഫെസ്റ്റ് രാഹവേ കേതവേ നമഃ. യവം എന്ന് പറയുന്ന ഒരു ധാന്യം ഒരു ദിവസം കഴിക്കണം അല്ലേ. പിന്നെ ഗോതമ്പാണ് സൂര്യന്. അതുപോലെ ഓരോ ദേവനും ഓരോ ഇതുണ്ട്. അപ്പം സൂര്യന്റെ മന്ത്രം അറിയാം, ജപാകുസുമ സംകാശം കാശ്യപേ തമോരിം സർവപാപജ്ഞം ദിവാകരം. പിന്നെ അടുത്ത് അടുത്ത എന്താണ്?
പിന്നെ എന്നും എനിക്ക് ചൊല്ലുമായിരുന്നു, ശനിയുടെ ഇപ്പൊ നല്ല ഓർമ്മയുണ്ട്. ചെല്ലുന്നേ ശനിയുടെ കാര്യം ശനിദശാകാലം കുറെ ഉണ്ടായിരുന്നു. അപ്പം എന്താണ് നീലാഞ്ജന സമാവാസം നീലാഞ്ജന രവിപുത്രം സമാസം യമാഗ്രജം സമപുത്രം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം. ശനൈശ്വരം. തം നമാമി ശനൈശ്വരം. പിന്നെ രാഹുവിന്റെ അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം. വീര്യം ചന്ദ്രന്റെ സൂര്യന്റെ ചന്ദ്രാദിത്യ ഇടയ്ക്കായിരുന്നു. നമ്മൾ പാലാഴിമതിലീലയിൽ കണ്ടില്ലേ, ചന്ദ്രാദിത്യ വിമർദ്ദനം എന്നാണ് പറയുന്നത്. ചന്ദ്രനെ സൂര്യനെ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ രാഹുവും കേതുവും, അല്ലെ? അപ്പൊ അങ്ങനെ രാഹു, അപ്പൊ ഇതെല്ലാം ആ സമയത്ത് പഠിച്ചു. ആ സമയത്ത് ഇത്രയും അത് കഴിഞ്ഞ് ഞാൻ ജ്യോതിഷം പഠിച്ചു. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഏത് ജ്യോത്സ്യന്മാരുടെ അടുക്ക ചെന്ന് നോക്കി കഴിഞ്ഞാൽ അവർ കുറെ വഴിപാടുകൾ വരും, കുറെ പൈസ, അച്ഛന്റെ പൈസ ദൂർത്ത് നഷ്ടപ്പെട്ടു പോകും. കുറെ ക്ഷേത്രങ്ങളിൽ കൊണ്ട് കുറച്ച് വഴിപാടുകൾ പറയും. ഈ വഴിപാടുകൾ കഴിച്ച് നമ്മുടെ പൈസ പോകുന്നതല്ലാതെ ഒരു മാറ്റവും വരുന്നില്ല നമ്മുടെ ലൈഫിന്. ഒരു പ്രയോജനമില്ല. അങ്ങനെ ഒരു പ്രയോജനം ഇല്ലാത്തൊരവസ്ഥ വന്ന് എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ ജ്യോതിഷം പഠിക്കേണ്ടി വന്നു. കാര്യം മുത്തച്ഛനോ പറഞ്ഞു തന്നില്ല. അങ്ങനെ ജ്യോതിഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ജന്മശിഷ്ടം എന്നുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. ജന്മശിഷ്ടം എന്ന് പറഞ്ഞാൽ പഴയ ജന്മത്തിൽ നിന്ന് വരുന്ന ബാക്കിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സമാധാനമായി. നമ്മളിത് അനുഭവിക്കാതെ ഇത് തീരില്ല എന്നുള്ളത് മനസ്സിലാക്കി നമ്മള്. അപ്പൊ ഞാൻ ഈ ആത്മാവ്, സോള് അങ്ങനെയൊക്കെയുള്ള അതിലേക്ക് പോയിട്ടില്ല. ഞാൻ ഇത്രയും എൻ്റെ തത്വം മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത് വരുന്നത്, നമ്മളുടെ കർമ്മഫലം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പക്ഷെ നമ്മള് കവടി തരാനായിട്ട് ആ സമയമായപ്പോഴത്തേക്കും ഞാൻ പോരുന്നത്, കവടി ഒന്നും മേടിക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ പോന്നു. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ അത് മുഴുവൻ നമ്മുടെ അടുക്കൽ നിന്ന് പോയി. ഇപ്പൊ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാന്ന്. ഒരു ഗ്രഹനില നോക്കാനൊക്കെ അന്ന് എനിക്കറിയാമായിരുന്നു, ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹനില ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഗ്രഹനില വരും, ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വിദേശത്തേക്ക് വന്നു. വിദേശത്ത് വന്നു കഴിഞ്ഞും അന്ന് തൊട്ട് ഇന്ന് വരെയും എന്താണ് പറയുക, നമ്മളുടെ അങ്ങനെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭഗവാൻ മുൻപിൽ നിൽക്കുന്നു. നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഭഗവാൻ വന്ന് നമ്മളെ തന്നെ കൈ പിടിച്ചിട്ട് നമ്മൾ ആ പ്രതിസന്ധിയിൽ നിന്ന് കയറ്റി വിടുകയാണ്. ജോലി എത്ര പ്രാവശ്യം നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളൊക്കെ കുറെ പ്രാർത്ഥിച്ചല്ലേ ജോലി ഇപ്പോഴും ഡിസംബർ വരെ ഉള്ളെന്നാണ് പറയുന്നത്. ഓരോ പ്രാവശ്യം ജോലി നഷ്ടപ്പെട്ടു വരുമ്പോൾ ദേ ഭഗവാൻ അടുത്ത ജോലി ഇങ്ങനെ കൊണ്ടുതരികയാണ്. അങ്ങനെയൊക്കെ ഓരോ പ്രതിസന്ധികളിലും ഭഗവാന്റെ ഒരു കയ്യൊപ്പുണ്ട് കൃഷ്ണാവബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ. നമ്മൾ ഭൗതികതയിൽ നിന്ന് ഭഗവാന്റെ ആ ഒരു സേവയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് പരീക്ഷണം വന്നു കഴിഞ്ഞാലും അത് ഭഗവാന്റെ അറിവോടുകൂടി അല്ല, അതെ ഇത് നടക്കില്ല എന്ന് മനസ്സിലായി. ഭഗവാൻ ഇതാണ് ഇച്ഛിക്കുന്നതെങ്കിൽ അത് തന്നെ ആയിരിക്കും നല്ലത്. അതിന്റെ ഭഗവാൻ വേറെന്തോ ചിന്തിക്കുന്നുണ്ട്. നമ്മളൊരു ചെറിയൊരു ക്ഷമ കൊടുത്താൽ മാത്രം മതി. ഒരു ചെറിയ ഒരു സാവകാശം ചോദിച്ചാൽ മതി. നമുക്ക് തിടുക്കമാണല്ലേ എല്ലാം പെട്ടെന്ന് സാധിക്കണം എന്നുള്ളത്. നമ്മളെ തിക്കും തിരക്ക് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഭഗവാന്റെ അറിവില്ലാതെ നടക്കില്ലല്ലോ. ഭഗവാന്റെ ഇച്ഛ എന്തായിരിക്കും? ഭഗവാൻ ചിലപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ കാണും ഫ്യൂച്ചറിൽ. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഒന്നുകൂടെ ആകാംക്ഷയില്ല, ആസക്തിയില്ല. എല്ലാ കാര്യത്തിനും നമ്മൾ ഒരു സമഭാവനയോടുകൂടി കാണാനായിട്ട് പറ്റാറുണ്ട്. മായ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ആക്രമിക്കും. അത് ആരുടെയൊക്കെ രൂപത്തിൽ എങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. മായ ഭയങ്കര ബലവത്താണ്. പക്ഷെ ആ മായ നമുക്ക് ആ മായയും മരുതിയിൽ വരുത്താനായിട്ട് സാധിക്കും. പക്ഷെ നമ്മള് എന്തായിരിക്കണം, നമ്മൾക്ക് ഡെഡിക്കേഷൻ വേണം, നമുക്ക് ഒരു സമർപ്പണം വേണം. മായ നമ്മളെ വിളിച്ച് വരുത്തി നമുക്ക് തുമ്മി ചീറ്റി എന്നും പറഞ്ഞ് നമ്മൾ അതിന്റെ പുറകെ പോകാനായിട്ട് പാടില്ല എന്നുള്ള ഒരേ ഒരു കാര്യം നമ്മൾ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ വളരെ മുന്നോട്ട് പോകാൻ പറ്റും. കൃഷ്ണഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഭഗവാന്റെ ആ വൃന്ദാവന ലീലകള്. ഇപ്പൊ വൃന്ദാവനത്തിൽ പോകാനായിട്ട് ആ വീഡിയോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ ത്രസിച്ചിട്ടിരിക്കുകയാണ്. എങ്ങനെയും ഒന്ന് പോയാൽ മതി, അവിടെ കിടന്ന് ഉരുണ്ടാ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഭഗവാൻ ഇപ്പത്തെ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് കൂടെ നമ്മളെ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഗുരുവായൂരപ്പൻ അത് കഴിഞ്ഞിട്ട് വൃന്ദാവനം ആയിരിക്കും അല്ലെ? നേരെ പോകാൻ പറ്റത്തില്ല. ഗുരുവായൂർ കൂടി നേരെ ഏറ്റുമാനൂർ, ഗുരുവായൂർ കൂടി വൃന്ദാവനം, അതായിരിക്കാം ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഞാൻ 24-ാം തീയതി ഗുരുവായൂർ പോണ്. അതെയോ? ആഹാ. കൃഷ്ണ ഞാനും പോകുന്നുണ്ട്.
24-ാം തീയതി 25-ാം തീയതി ഒരു കല്യാണത്തിന് വേണ്ടിയാണ് പോണത്. നിങ്ങൾ 24-ാം ഒരുമിച്ച് തീയതി പോകാമല്ലോ. പോകണം. നിങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരംകാരല്ലേ, ഒരുമിച്ച് പോകത്തില്ലേ? അല്ലേ? അല്ല, ഫാമിലി ആയിട്ടാണ് പോണത് ഇവിടുന്ന് ആ ഞാൻ. അതെയോ? കുഴപ്പമില്ല. കല്യാണം. നമ്മളൊരു നല്ല കൃഷ്ണനാട്ടം കളി കാണാനാണ് പോണത് പ്രഭുജി. ആരെ, കൃഷ്ണമാതാജി ഉണ്ടോ? ഇല്ല കൃഷ്ണമാത അവര് അങ്ങ് വൃന്ദാവനം. അവര് വൃന്ദാവനത്തിലാണല്ലോ അല്ലേ? എന്നോട് പറഞ്ഞിരുന്നു 18-ാം തീയതി പോകുമെന്ന് പറഞ്ഞിരുന്നു. അവിടെ ഭഗവാൻ 14-ാം തീയതി 14-ാം തീയതി 14-ാം തീയതി ആയിരുന്നു. എന്നോട് പറഞ്ഞു ഭഗവാൻ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നവരെ വരെ അവിടെ നിൽക്കാൻ പോവാന്നൊക്കെ എന്നോട് പറഞ്ഞു. 14-ാം തീയതി പോയി, ഇതുവരെ വന്നില്ല. തിരിച്ചു പോരാൻ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഭഗവാൻ ഇനി എന്ന് പോകാൻ പറയുന്നു അന്നേ പോരുന്നുള്ളൂ എന്ന് പറഞ്ഞു. നിക്കട്ട് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഫ്ലൈറ്റിന് പോകേണ്ടി വരും. അല്ലാതെ നമുക്ക് തോന്നുന്നില്ല സമയം. അല്ല, എനിക്കുള്ള അവധിയുടെ കാര്യം വന്നു കഴിഞ്ഞാൽ ഫ്ലൈറ്റിന് പോയാൽ മാത്രമേ സമയം, അല്ലെങ്കിൽ ആകെ 20 ദിവസമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാന്ന് അറിയില്ല. എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിച്ച് നമുക്ക് ആകാംക്ഷയൊന്നുമില്ല. പക്ഷെ ആഗ്രഹമുണ്ട്, അത്യാഗ്രഹമുണ്ട്. കുറച്ച് അത്യാഗ്രഹമുണ്ട്. ഭഗവാന്റെ കാര്യത്തിൽ ഈ അത്യാഗ്രഹം നമുക്ക് നല്ലതാണ് അല്ലേ? നമ്മൾ ഭൗതിക കാര്യത്തിലല്ലോ, ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ടുള്ള അത്യാഗ്രഹം നല്ലതാണ്. അത് വളരെ പോസിറ്റീവായിട്ടേ ഭഗവാൻ കാണുള്ളൂ. അപ്പൊ അങ്ങനെ ആഗ്രഹമുണ്ട് പ്രഭുജി, പക്ഷെ പോകാൻ പറ്റുമോ എന്തോ. തീർച്ചയായിട്ടും ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് ഗോവർദ്ധന പർവ്വതത്തോടും വലിപ്പമാക്കുക. അപ്പൊ ഭഗവാൻ നിഷ്പ്രയാസം ആഗ്രഹത്തെ എടുത്ത് ഉയർത്തി ഇതാ ഇങ്ങനെ കൈപിടിച്ച് തരും. ഇപ്പൊ മല്ലിക മാതാജി കണ്ടില്ലേ, ലോട്ടറി അടിച്ച പോലെ അല്ലേ? വൃന്ദാവനത്തിൽ പോകാനായിട്ട് പൈസ ഇല്ലാതെ വിഷമിച്ചിട്ടിരിക്കുമ്പോഴത്തേന് എന്ത് ചെയ്തു? ഭയങ്കര അത്ഭുതാട്ടോ, നറുക്കെടുപ്പിൽ വല്ലാത്തൊരു മാതാജിയുടെ പേര് വന്നു. അത്ഭുതായിട്ട് നറുക്കെടുപ്പിൽ. എനിക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല അത് കാര്യം പറഞ്ഞത്. അതാണ് നമ്മൾ ചിലപ്പോൾ നമ്മളെ തന്നെ ഞുള്ളി നോക്കും, നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന്. ഭഗവാന്റെ ആ ഒരു ലീലയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഭഗവാന്റെ കൃഷ്ണഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന കാര്യങ്ങള് അത് ഭഗവാനാണ് ഏറ്റെടുക്കുന്നത്. മനസ്സിലായില്ലേ? നേരിട്ട് രാധാറാണി വന്നിട്ടാണ് നമുക്ക് എന്താണ് പറയുന്നത്, നമ്മളെ ഈ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം യോഗമായ സമാവൃതനാണ്. ഭാഗവതം നമ്മൾ ഏതെടുത്ത് ലീല എടുത്ത് നോക്കി, ഏത് ഭഗവാന്റെ ലീല എടുത്തു നോക്കിയാലും ലീല നടക്കാനായിട്ട് എന്താണ്, യോഗമായ ഭഗവാൻ ആശ്രയിച്ചു എന്നാണ് കാണുന്നത്. കാര്യം ഭഗവാന് ആരെങ്കിലും ആശ്രയിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ യോഗമായുടെ കൃപ കൊണ്ടാണ് ഈ ലീലകളൊക്കെ നടക്കുന്നത്. കാര്യം ഈ ലീലകളൊക്കെ നടന്നു കഴിഞ്ഞാൽ ആ ലീല യശോദമായി അതുപോലെ തന്നെ ഗോപികമാരൊക്കെ യോഗമായുടെ സഹായം ഇല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്? അവർ ഭഗവാനാണെന്ന് വിചാരിക്കത്തില്ലേ? അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ആണെന്നുള്ള അത് കർട്ടൻ മാറ്റി മറച്ചിട്ടുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അല്ലെ, ഈ ലീലകളൊക്കെ നടക്കുന്നത്. അപ്പൊ ഭഗവാൻ ഇത് നിത്യലീല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ നിധിവനത്തിലൊക്കെ ചെല്ലുമ്പോൾ കാണാൻ നിത്യലീല, ഭഗവാന്റെ നിത്യലീല നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മള് ചിലര് വളയും പൊട്ടും അതും ഇതൊക്കെ രാധാറാണിക്ക് വേണ്ടിയിട്ട് കൊടുക്കും. വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേക്കിനും എന്താണ്, നമ്മൾ രാവിലെ വന്ന് നോക്കുമ്പോഴത്തേനും ഇതെല്ലാം ഇളകി മറിഞ്ഞ് ആരോ ഉപയോഗിച്ച്, അതായത് ഇരുമ്പ് താഴിട്ട് പൂട്ടിയിട്ടാണ് പൂജാരി പോകുന്നത്. രാവിലെ വരുമ്പോഴത്തേനും അതെല്ലാം ഇളകി മറിഞ്ഞ് അത് ഉപയോഗിച്ചതായിട്ട് കാണാം അല്ലെ? അപ്പൊ ആ ഒരു അത്ഭുതം അത് എവിടുന്ന് സംഭവിച്ചു? എത്ര പേര് ക്യാമറ ഒക്കെ വെച്ച് നോക്കി കണ്ടുപിടിക്കാനായിട്ട് ഒരാളെ കൊണ്ടും നടന്നിട്ടില്ല. ഇത്രയും വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ള ലോകാത്ഭുതങ്ങളെ തെരഞ്ഞു പോകുന്നത് അല്ലെ? നിത്യലീല ഭഗവാൻ. അവിടുത്തെ വൃക്ഷങ്ങളൊക്കെ എവിടെയാണ്, എന്തായിട്ട് മാറുവാണ്? ഗോപസ്ത്രീകളായിട്ട് മാറുവാണ്. ഇത്രയും പൊക്കമുള്ള കുറ്റിച്ചെടികൾ പോലത്തെ വൃക്ഷങ്ങളാണ്, ഒരാളുടെ പൊക്കയുള്ളൂ. ആ വൃക്ഷങ്ങള് സന്ധ്യ നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോപസ്ത്രീകളായിട്ട് മാറുകയാണ്. ഭഗവാന്റെ കൂടെ രാസലീല ആടുവാണ്. നിത്യ രാസലീല നടക്കുന്ന സ്ഥലമാണത്. അതിന്റെ അടുത്ത് സേവാകുഞ്ചിൽ എന്താണ്, രാധാറാണിയുടെ കാലെടുത്ത് ഭഗവാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ തലോടി മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു സ്ഥലം അവിടെയൊക്കെ ചേർന്ന്. പിന്നെ എഗ്മിനിത്തല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, രാധാരമൺ ടെമ്പിള്. ഭഗവാൻ കാളി മർദ്ദനം നടത്തിയ സ്ഥലം കാളിഘട്ട്. ഹരേ കൃഷ്ണ. ഞങ്ങള് ഡൽഹിയിലായിരുന്നു പ്രഭു. അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു 8 പ്രാവശ്യം ഞാൻ വൃന്ദാവനിൽ പോയിട്ടുണ്ട്. 8 പ്രാവശ്യം 9 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഈ ഗ്രൂപ്പിൽ വന്ന ശേഷം ജയസാക്ഷി പ്രഭുവിന്റെ കൂടെ പോയപ്പോ ആ ഒരു അനുഭവം നമുക്ക് എപ്പോഴും നമുക്ക് അതൊന്നും അപ്പൊന്നും ഇത്ര അറിയില്ല. എന്നാലും പോവാൻ സാധിച്ചിട്ടുണ്ട്. 8 പ്രാവശ്യം പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പോയി കാണുക മാത്രമേ ഉള്ളൂ, നമുക്കൊന്നും വ്യക്തമായിട്ട് അറിയില്ല. ഇതെല്ലാം പറഞ്ഞു തന്നു പോയത് കൊണ്ട് അല്ലാതെ മറ്റേ നമ്മൾ എല്ലായിടവും പോന്നു, കാണുന്നു, തൊഴുന്നു, ഒന്നും അറിയില്ലല്ലോ. എല്ലാം അറിയാൻ
നമ്മൾ ആ രമൺ ഡേറ്റിൽ പോയപ്പോഴാണ് ഏറ്റവും ഞാൻ എങ്ങനെയാണെന്നറിയോ, നമ്മൾ ദേഹത്ത് ചെളി പറ്റുമോ മണ്ണ് പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇന്ന് രമൺ ഡേറ്റിൽ പോയി കഴിയുമ്പോൾ അവിടെയാണ് ശരിക്കും അങ്ങ് ആസ്വാദനം വന്നത്. ഭഗവാൻ ആദ്യമായിട്ട് കാല് ചവിട്ടിയ സ്ഥലം എവിടെയാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളെല്ലാവരും കിടന്ന് ഉരുണ്ട്, അതൊക്കെ ഓർക്കുന്നുണ്ട്, എത്ര പേര് ഓർക്കുന്നുണ്ട്? അതെ ആ മണ്ണിൽ കിടന്ന് ഉരുണ്ട് ദേഹത്തെല്ലാം. നമ്മൾ സാധാരണ മണ്ണും ചെളിയും പറ്റുമോന്ന് വെച്ച് നമ്മൾ തുടച്ചു മാറ്റില്ല. നമ്മൾ ആ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ മനസ്സിലല്ലേ ആ കുട്ടി എങ്ങനെയായിരുന്നു? ആ കുട്ടി മണ്ണ് പറ്റുമോന്ന് വിചാരിച്ച് ദേഹത്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ കിടന്ന് നമ്മൾ എന്താണ് സർവ്വതും മറന്ന് ഞങ്ങളൊക്കെ കിടന്ന് ഉരുണ്ടതാ. അപ്പം രമൺ ചേച്ചി അപ്പൊ അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഭഗവാന്റെ ആ ഒരു ലീല, ഭഗവാന്റെ ആ ലീലയുടെ മാധുര്യം ഇത് ആസ്വദിക്കുക എന്ന് പറയുന്നത് നമ്മളെ ചില്ലറ കാര്യമില്ല. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കൃപയും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാൻ രാധാറാണി നമ്മളെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൃന്ദാവനേശ്വരിയായ രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ഈ വർഷം ഇപ്പം ഈ അവധിക്ക് പോകാനായിട്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരോടും കൂടി ഒരുമിച്ച് ജയ് ശ്രീ രാധേശ്യാം. ഒന്നുകൂടെ ജയ് ശ്രീ രാധേശ്യാം. ജയ് ശ്രീ രാധേശ്യാം. അപ്പം ഹരേ കൃഷ്ണ. ഇനി സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. പ്രഭുജി, പിന്നെ ഇത് പറയുന്നില്ലേ, ഭഗവാൻ മരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഭഗവാന്റെ കരള് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. അതാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തില് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, തടി മാറുന്നു, അതിന്റെ അകത്തിരിക്കുന്നു. കണ്ടു കാണും അല്ലേ? ഭഗവാൻ മരിച്ചു പറയരുത്. കാര്യം ആ ഒരു വീഡിയോയിൽ ഭഗവാൻ ആ വീഡിയോ ചെയ്ത ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയില്ല. ഭഗവാൻ മരിച്ചു, ഭഗവാൻ ഒരിക്കലും മരിക്കുന്നില്ലല്ലോ. അപ്പൊ ഭഗവാൻ ആ ശരീരം ഉപേക്ഷിച്ചിട്ട് പോയ സമയത്ത് ഭഗവാന്റെ ആ ഒരു ഹൃദയം, അതായത് ഭഗവാന്റെ ശരീരം ദഹിപ്പിച്ചു കഴിഞ്ഞെങ്കിലും ആ ഒരു ഹൃദയം എന്ത് ചെയ്തു, ഒരു കേടും കൂടാതെ എടുത്ത് ആ വേടൻ, അതായത് ജറ എന്ന് പറയുന്ന വേടൻ എടുത്ത് എന്ത് ചെയ്തു, ആ ഒരു ജീവൻ കണ്ടു. ഈ ശവ അടക്കിയ സ്ഥലത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു ജീവനോട് കൂടി തുടിക്കുന്ന ആ ഒരു ഹൃദയം കണ്ടു. ആ ഹൃദയം എടുത്ത് വേടൻ എന്ത് ചെയ്തു, ഒരു പേടകത്തിലാക്കിയിട്ട് ഒഴുക്കി വിട്ടിട്ട് അത് എവിടെ വന്ന് അടിഞ്ഞത്? ജഗന്നാഥപുരിയില്, ഒറീസയിലെ കടൽ തീരത്ത് വന്ന് അടിഞ്ഞു. അങ്ങനെ ആ ഒരു ഹൃദയമാണ് എന്താണ് നമ്മുടെ ജഗന്നാഥ ഭഗവാന് ഈ പറയുന്ന ആ ഒരു മരവിഗ്രഹമാണ്, മരത്തിന്റെ വിഗ്രഹമാണ് അല്ലെ, ദാരുബ്രഹ്മ എന്നാണ് പറയുന്നത്. ദാരുബ്രഹ്മ അതിന്റെ ഉള്ളിൽ വെക്കുന്നത്. അപ്പൊ ഈ 12 വർഷം ഈ ആത്മാവ് എടുത്ത് മാറ്റി വെക്കുന്ന ഒരു ചടങ്ങുണ്ട്, പ്രാണപ്രതിഷ്ഠ. അതായത് ഈ പഴയ വിഗ്രഹം മാറ്റിയിട്ട് പുതിയ വിഗ്രഹമാക്കുന്നത്. ആ ചടങ്ങിൽ ആരും കാണാതെ നടക്കുന്ന പ്രവൃത്തി എന്നാണ് ഈ ഹൃദയം എടുത്ത് മാറ്റി പുതിയ വിഗ്രഹത്തിലേക്ക് വെക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ജഗന്നാഥ ഭഗവാൻ അത്രയും ആ ഒരു എന്താ പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള, അത്രയും ശക്തി. കാര്യം ആ ജീവൻ തുടിക്കുന്ന വിഗ്രഹമാണത്. അതുകൊണ്ടാണ് ഒറീസ ജഗന്നാഥപുരിയുടെ പ്രത്യേകത. മനസ്സിലായില്ലേ? എന്നിട്ട് ആ പഴയത് ദഹിപ്പിക്കുന്നു, പൂജാരി അതോടുകൂടി മരണപ്പെടുന്നു. ഇത് ചെയ്ത ആള്, കാര്യം ഇത് അതീവ രഹസ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം അദ്ദേഹം തന്നെ മരണപ്പെടുന്നു. അദ്ദേഹം മരണപ്പെടുക കണ്ണടച്ചിട്ടാ ചെയ്യുന്നത്. മൂടി കെട്ടിക്കൊണ്ട് ഇരുട്ടത്ത് വിളക്കൊക്കെ കെടുത്തി, എന്നിട്ട് അത് കഴിയുമ്പോ അങ്ങേരുടെ പറയുന്നു, അല്ല ഒരു മുയലും കുഞ്ഞിനെ കയ്യിലെടുത്ത പോലെ അത് ഇങ്ങനെ തുടിക്കുന്ന പോലെ തോന്നുന്നു, മുയലും കുഞ്ഞ് കയ്യിലിരിക്കുന്ന പോലാണ്. ഭയങ്കര സെക്യൂരിറ്റിയിലാണ് ചെയ്യുന്നത്, ഭയങ്കര ബന്ദോബസ്ത് ആക്കിയിട്ട് ആരും കാണാത്ത രീതിയിലാണ് ചെയ്യുന്നത്. പഴയ വിഗ്രഹത്തിൽ നിന്ന് എടുത്തിട്ട് ഈ ഹൃദയം എടുത്തിട്ട് മാറ്റി വെക്കുന്ന പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്, പ്രാണപ്രതിഷ്ഠ. അതെ. അപ്പൊ അങ്ങനെ ജഗന്നാഥപുരി ക്ഷേത്രത്തിൽ പോയിരിക്കുന്ന എത്ര പേരുണ്ട്? ജഗന്നാഥപുരി ക്ഷേത്രത്തില് എവിടെ? ജഗന്നാഥപുരി അതെ അല്ലേ? അപ്പൊ നമ്മൾ ആ ജഗന്നാഥ ഭഗവാനെ കണ്ട ആൾക്കാർക്കൊക്കെ തന്നെ മനസ്സിലാകും, അദ്ദേഹത്തിന്റെ ആ ഒരു രൂപവും അതെല്ലാം തന്നെ ഭയങ്കര ആകർഷണമാണ്. അപ്പൊ അവിടെ തന്നെ ഭഗവാന്റെ ഹൃദയം അവിടെ കുടികൊള്ളുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പം നമ്മൾക്ക് ആ ഉണ്ടാകുന്ന ആ ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ് എന്തുമാത്രം കൂടുതലാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അപ്പൊ അങ്ങനെ എന്താണ് പറയുന്നത്, നമുക്ക് ഇന്നത്തെ
വേറെ ഒന്നും പറയാനായിട്ട് ഇല്ല എങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു എവിടുന്നാണ് ശബരിമലയ്ക്ക് എവിടുന്നാ നടന്നു പോണു പറഞ്ഞു? എരുമേലിന്ന് എരുമേലിന്ന് എരുമേലി വഴി കാനനപാതയുണ്ട്. നടന്നു കാനനപാതം പാണ്ടിത്താവളം വഴിയോ? പാണ്ടിത്താവളം അല്ലെ? ആ അങ്ങനെ അതെ അതാന്ന് അതെ. തോന്നുന്നു. ആ പാണ്ടിത്താവളം, പുൽമേട്, അങ്ങനെ പാണ്ടിത്താവളം കരിമല അങ്ങനെ. കരിമല കൂടിയാണ് യാത്ര. കരിമല 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 കയറ്റം കരിമല വഴി പോകാൻ ഭയങ്കര കരിമല ബുദ്ധിമുട്ടല്ലേ? ഏഹ് കരിമല വഴി പോകാൻ ഭയങ്കര കരിമല ബുദ്ധിമുട്ടല്ലേ? അഴുത ആ കരിമല അഴുത കൂടിയാണ് പോകുന്നത്. അഴുത വഴി അഴുതയിൽ മുങ്ങി കല്ലിട്ടിട്ട് എറിയുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. കല്ലടാങ്കുന്ന് കല്ലിടാൻ കല്ലടാങ്കുന്ന് കയറി മല്ലിക മാത കല്ലടാങ്കുന്ന് കയറി 4 പ്രാവശ്യം ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് എന്ന്. അതെയോ? ആഹാ. ഞാൻ 14 കൊല്ലം പോയി പ്രഭുജി. അതെയോ? ആഹാ. ആ. അപ്പൊ എന്തായാലും ഞാനും പോയി, കഴിഞ്ഞ കൊല്ലവും പോയി. ആ, കൊല്ലം അറിയത്തില്ല. കൊറേ മറ്റേ 18 ലേക്കായിരുന്നു. അതെ അല്ലേ? ആഹാ. അപ്പം